എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളിന്ന് 2021 മകരമാസം 1 മുതലുള്ള ജ്യോതിഷ ഫലമാണ് പറയുന്നത്. 2026 ജനുവരി മാസം 15 മുതലാണ് മകരമാസം ആരംഭിക്കുന്നത്. ഉത്തരായന കാലം ആരംഭിക്കുന്ന ഒരു മാസമാണ് മകരമാസം. അതാണ് മകരസംക്രാന്തി എന്ന് പറയുന്നത്. ധനുവിൽ നിന്നും സൂര്യൻ മകരത്തിലേക്ക് പ്രവേശിക്കുന്നു. അതുമുതൽ മകരം, കുംഭം, മീനം രാശികളിലൂടെ സഞ്ചരിക്കുന്ന സഞ്ചാര പദത്തെയാണ് നമ്മൾ ഉത്തരായന കാലം എന്ന് പറയുന്നത്. ദക്ഷിണായന കാലത്തിൽ നിന്നും സൂര്യൻ ഉത്തരായന കാലത്തിലേക്ക് കടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിശേഷം വരുന്നതോടുകൂടി 12 രാശികളിൽപ്പെട്ട 27 നക്ഷത്രങ്ങളിൽപ്പെട്ടവർക്ക് ഉണ്ടാകുന്ന പൊതുഫലങ്ങൾ ചിന്തിച്ചതിൽ നിന്നും ഏറ്റവും പ്രധാനമായിട്ട് ഇനി വരാൻ പോകുന്ന സമയം നമുക്ക് വളരെയധികം ഉത്തമമായിട്ടുള്ള ഒരു ഫലസിദ്ധിയാണ് പറയുന്നത്. അത് ഏത് നക്ഷത്രക്കാർക്കാണെന്നും ഏത് കൂറുകാർക്കാണെന്നും ഏറ്റവും അനുകൂലമെന്നും തൊട്ട് താഴെ ആരാണെന്നും കുറച്ച് ദോഷമുള്ളത് ആരാണെന്നുമാണ് ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ പറയുന്നത്. പെട്ടെന്ന് തന്നെ പറയുന്നു, തൊഴിൽ പുരോഗതി ഉണ്ടാകുന്ന ഒരു മാസം ആരംഭിക്കാൻ പോകുന്നു. ധനപുരോഗതി ഉണ്ടാകാൻ പോകുന്നു. പ്രമോഷൻ കിട്ടാൻ സാധ്യത ആഗ്രഹിച്ചു നിൽക്കുന്നവർക്ക് പ്രമോഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വരാൻ പോകുന്നു. വിദേശ യാത്രാ തടസ്സങ്ങൾ നീങ്ങാൻ പോകുന്നു. തൊഴിൽ തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും വിട്ടൊഴിഞ്ഞു മാറിയിട്ട് നമുക്ക് ഒരു ഇഷ്ടപ്പെട്ട തൊഴിലിലേക്ക് മാറ്റാൻ വരാനുള്ള ഒരു പരിശ്രമം വരാൻ പോകുന്നു. വിവാഹ തടസ്സം, വിവാഹ ബന്ധങ്ങളിൽ തടസ്സപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് വിവാഹ തടസ്സങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞു മാറുന്നു. ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നു. കിട്ടാതെ കിടക്കുന്ന ധനം കയ്യിൽ വന്നു ചേരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ധനതടസ്സങ്ങളുണ്ടെങ്കിൽ ആ ധനതടസ്സം മാറുന്ന ഒരു മാസം ആരംഭിക്കാൻ പോകുന്നു. ഉത്തരായന കാലം, അതായത് രാജാവ് മകര മാസത്തിൽ എന്ന് പറയും. അതായത് നവഗ്രഹങ്ങളിൽ രാജാവ് ആരാണ് അല്ലെങ്കിൽ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ സൂര്യനാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സൂര്യൻ്റെ ഒരു രംഗപ്രവേശം വരുന്നതോടുകൂടി എല്ലാ രാശികളിൽപ്പെട്ടവർക്കും ഒരു അനുകൂലമായിട്ടുള്ളൊരു ഫലസിദ്ധി വരാൻ പോകുന്ന ഒരു ഫലസിദ്ധിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം മകരക്കൂറിലുള്ളവർ ആരൊക്കെയാണെന്നുള്ളതും അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ ജ്യോതിഷ ചാനൽ കാണുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊരു കാര്യം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് പേര് പറയുന്നുണ്ട്, തിരുമേനി ഇത് നോക്കിയതോടുകൂടി ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റേ നേരത്തെ ഓരോരുത്തരുടെയും ഫലസിദ്ധികൾ പറഞ്ഞു പോകുന്ന ചാനലുകൾ കണ്ടങ്ങനെ നല്ലതായിരിക്കാം നല്ലതെന്ന് പറയുന്നത്. ഇതങ്ങനല്ല നമ്മൾ പറയുന്നത്. ഞാൻ എന്നും വീഡിയോകൾ ചെയ്യാത്ത, ഒരുപാട് വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശനി, വ്യാഴം, രാഹുകേതുക്കൾക്ക് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല പറയുന്നത്. അതിൻ്റെ പൂർണ്ണ ഉദ്ദേശം എന്ന് വെച്ചാൽ അവർ രാശിമാറ്റം വന്നിട്ടില്ല, എങ്കിലും അവരുടെ സഞ്ചാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനമായിട്ട് നമുക്കിപ്പോൾ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾക്ക് ആർക്കും ഇത് മറ്റൊരാൾ പറഞ്ഞു തരുന്ന ഒരു കാര്യമല്ല. പൂരുരുട്ടാതി കാലിലാണ് ആര് സഞ്ചരിക്കുന്നത്? ശനി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പൂരുരുട്ടാതി കാല്. ഉത്രട്ടാതിയിലും രേവതിയിലും അല്ല ശനി സഞ്ചരിക്കുന്നത്, പൂരുരുട്ടാതി കാലിലാണ്. അപ്പോൾ വ്യാഴം എവിടെ സഞ്ചരിക്കുന്നു? പുണർദത്തിൻ്റെ നക്ഷത്രത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. ഇതാർക്കറിയാൻ പറ്റും? അതുകൂടാതെ രാഹു ചതയത്തിലും പൂരത്തിലാണ് കേതുവിൻ്റെ സഞ്ചാരസ്ഥിതി എന്ന് പറയുന്നത്. ഇതിങ്ങനെ മാറി 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 വരും. അപ്പോൾ ഇപ്പം പൂരുരുട്ടാതിയിൽ നിൽക്കുന്ന ശനി പൂരുരുട്ടാതി കഴിഞ്ഞിട്ട് ഉത്രട്ടാതിയിലേക്ക് പ്രവേശിക്കും. ഉത്രട്ടാതി കഴിഞ്ഞ് രേവതിയിലേക്ക് വരും. പക്ഷെ ഇപ്പോഴും രേവതി നക്ഷത്രക്കാരെന്ത് പറയും? എനിക്ക് കണ്ടകശനിയാണ്, എനിക്ക് ജന്മശനിയാണ്, 7.5 കണ്ടകാല ശനിയാണ് ജ്യോത്സ്യന്മാരും പറയും. എന്ന് വെച്ചാൽ ആ രാശിയിൽ ശനി ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ പൂർണ്ണ രൂപത്തിൽ ഒരു ശനിയുടെ പിടിയിലേക്ക് നിങ്ങൾ വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് പ്രാഥമികമായിട്ട് ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്: ശനി പൂരുരുട്ടാതിയിൽ, വ്യാഴം പുണർദത്തിൽ, രാഹു ചതയത്തിൽ, കേതു പൂരത്തിൽ. ഞാനിത് ഒരുപാട് തവണ പഠിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഇങ്ങോട്ട് നോക്കാതെ തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. അതുകൂടാതെ ഇത് നിങ്ങൾ മനസ്സിലാക്കണം, ഭൂമിയെ ചുറ്റി നിൽക്കുന്ന 12 ഖണ്ഡങ്ങളാണ്. 30 ഡിഗ്രി വരുന്ന മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം. 12, 3, 36, 360. അപ്പോൾ സൂര്യൻ ഓരോ ഡിഗ്രി വീതം ഓരോ ദിവസം സഞ്ചരിക്കുന്നതിനെയാണ് നമ്മൾ ഓരോ ദിവസമായിട്ട് കണക്ക് കൂട്ടുന്നത്. അപ്പം 360 ഡിഗ്രി ആയിട്ടുള്ള ഒരു ഖണ്ഡമാണ് ഭൂമി ഖണ്ഡം എന്ന് പറയുന്നത്. അപ്പം 30 ഡിഗ്രിയിൽ വരുന്ന മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. അപ്പോൾ ഭൂമിയെ 12 ഭാഗിച്ചിരിക്കുന്ന 12 ഖണ്ഡങ്ങളാണ്. അതിൽ മേടൻ രാശി എവിടെ വരും? വടക്ക് കിഴക്ക് ഭാഗം, ഇങ്ങേ മൂലയ്ക്കൊന്ന് ഇവിടെ വരും. മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. ഇത് അറിയാൻ വയ്യാത്ത ആൾക്കാർ നോട്ട് ചെയ്യുക. അറിയാവുന്ന ഇച്ചിരി സ്കിപ്പ് ചെയ്ത് കണ്ടുകൊള്ളുക. അപ്പം മേടൻ രാശിയിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തിക കാല്. നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ അധിപതി ചൊവ്വയാണ്, ഇത് അവിടെ എഴുതിയിട്ടുണ്ട്. കാർത്തിക മുക്കാല്, രോഹിണി, മകേരത്തര. നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ അധിപൻ ശുക്രനാണ്, നിങ്ങൾ ഇടവക്കൂറുകാരാണ്. അതുപോലെ തന്നെ
മകേരത്തര തിരുവാതിര പുണർദത്തിന്റെ മുക്കാലുകാരായ നിങ്ങൾ മിഥുനക്കൂറുകാരും നിങ്ങളുടെ അധിപൻ ബുധനാണ്. പുണർദത്തിൽ കാല് പൂയ ആയില്യം വരുന്ന നിങ്ങൾ കർക്കിടക കൂറുകാരാണ്, നിങ്ങളുടെ അധിപൻ ചന്ദ്രനാണ്. മകം പൂര ഉത്തരത്തിൽ കാലുകാരുടെ അധിപൻ സൂര്യനാണ്, ചിങ്ങക്കൂറുകാരാണ്. ഉത്തരത്തിന്റെ മുക്കാല് അത്തം ചിത്തിരര വരുന്ന കന്നിക്കൂറുകാരാണ് നിങ്ങൾ, നിങ്ങളുടെ അധിപൻ ബുധനാണ്. ചിത്തിരയും ചോദ്യം വിശാഖത്തിൽ മുക്കാല് വരുന്ന നിങ്ങൾ തുലാക്കൂറുകാരാണ്, നിങ്ങളുടെ അധിപൻ ശുക്രനാണ്. വിശാഖത്തിന്റെ കാല് അനിഴവും തൃക്കേട്ടയും വരുന്ന നിങ്ങൾ വൃശ്ചികക്കൂറുകാരാണ്, നിങ്ങളുടെ അധിപൻ ചൊവ്വയാണ്. മൂലം പൂരാട് ഉത്രാടത്തിന്റെ കാലുകാരായിട്ടുള്ള നിങ്ങൾ ധനുക്കൂറുകാരാണ്, നിങ്ങളുടെ അധിപൻ വ്യാഴമാണ്. ഉത്രാടത്തിന്റെ മുക്കാല് തിരുവോണം അവിട്ടത്തിന്റെ അര വരുന്ന നിങ്ങൾ അധിപൻ നിങ്ങൾക്ക് ശനിയാണ്, നിങ്ങളുടെ കൂറ് മകരമാണ്. അവിട്ടത്തിന്റെ അരയും ചതയും പൂരുരുട്ടാതി മുക്കാലുകാരുടെയും നിങ്ങളുടെ അധിപൻ ശനിയാണ്, നിങ്ങൾ കുംഭക്കൂറുകാരാണ്. പൂരുരുട്ടാതി കാൽ ഉത്തരട്ടാതി രേവതി വരുന്ന നിങ്ങൾ മീനക്കൂറുകാരാണ്, നിങ്ങളുടെ അധിപൻ വ്യാഴമാണ്. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം പൂരുരുട്ടാതിയാൽ ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്രാധിപനാരാണ്? വ്യാഴമാണ്. വ്യാഴം അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിൽക്കുന്നു? ഇവിടെ നെണ്ണി നോക്കുക. 1, 2, 3, 4ാമത്തെ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിലായല്ലോ? ഇതെല്ലാ ഗ്രഹങ്ങൾക്കും നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഇതാണ്ട് കേതു 6ൽ നിൽക്കുന്നു, ശനി ജന്മത്തിൽ നിൽക്കുന്നു, രാഹു 12ൽ നിൽക്കുന്നു, സൂര്യനും ശുക്രനും നിങ്ങൾക്ക് 11ൽ നിൽക്കുന്നു. ആർക്ക്? മീനക്കൂറുകാർക്ക്. ഇവരുടെ മാത്രമല്ല ഫലം പറയുന്നത്, ഇങ്ങനെ എല്ലാവർക്കും ചെയ്തു വെക്കാം. അതുപോലെ തന്നെ മീനക്കൂറുകാർക്ക് കർമ്മഭാവമായിട്ടുള്ള 10ാം ഭാവത്തിൽ ചൊവ്വയും ബുധനും സഞ്ചരിക്കുന്നു. ഇതെന്താണ് ഇതിൻ്റെ ഫലസിദ്ധി എന്ന് അറിയാൻ വയ്യാത്തവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മുടെ ജ്യോതിഷ വീഡിയോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മേടക്കൂറുകാർ എഴുതി വെക്കുക. നിങ്ങൾക്ക് ശനി 12ൽ, വ്യാഴം 3ാമത്തെ രാശിയിൽ, 4, 5ാം ഭാവത്തിൽ കേതു, 6, 7, 8 ആരുമില്ല, 9ൽ ഭാഗ്യസ്ഥാനത്ത് ചൊവ്വയും ബുധനും, കർമ്മരാശിയിൽ സൂര്യനും ശുക്രനും, 11ൽ രാഹു, 12ൽ ശനി. ഇപ്പം പിടികിട്ടിയല്ലോ. എല്ലാവർക്കും ഇതുപോലെ മനസ്സിലാക്കാൻ സാധിക്കണം, എങ്കിൽ മാത്രമേ ഞാൻ ഈ പറയുന്ന ജ്യോതിഷം കൊണ്ട് ഫലമുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് വേണേൽ പറയാം അശ്വതി, ഭരണി, കാർത്തികാല്, മേടക്കൂറുകാർ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കണം, വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഉറങ്ങുമ്പോൾ കണ്ണടക്കണം എന്നൊക്കെ പറയുന്ന വീഡിയോ അല്ല ഇത്. ഇത് രാശി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള വീഡിയോ ആണ്. അടുത്തതായിട്ട് ഇടവക്കൂറുകാർ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇതാണ്ട് വ്യാഴം 2ാമത്തെ ഭാവത്ത്, 3, 4ൽ കേതു, 4ാം ഭാവത്തിൽ കേതു, 5, 6, 7 ആരുമില്ല, അഷ്ടമത്തിൽ ചൊവ്വയും ബുധനും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് സൂര്യനും ശുക്രനും, കർമ്മരാശിയിൽ രാഹു, 11ൽ രാഹു, 12ൽ ആരുമില്ല. മിഥുനക്കൂറുകാർ മനസ്സിലാക്കുന്നു, എനിക്ക് ജന്മത്തിൽ വ്യാഴം, ധനസ്ഥാനം 2ാം ഭാവത്തിൽ ആരുമില്ല, 3ാം ഭാവത്തിൽ കേതു, 4ാം ഭാവത്തിൽ ആരുമില്ല, 5, 6ൽ ആരുമില്ല, 7ൽ ചൊവ്വയും ബുധനും, അഷ്ടമത്തിൽ സൂര്യനും ശുക്രനും, ഭാഗ്യസ്ഥാനത്ത് രാഹു, കർമ്മസ്ഥാനത്ത് ശനി, 10ാം ഭാവത്തിൽ ശനി, 11, 12ൽ ആരുമില്ല. ഇതുപോലെ നിങ്ങൾക്ക് ഇനി ബാക്കിയുള്ളവരുടെ പറയണമെന്നില്ലെങ്കിൽ പോലും ഒന്ന് പെട്ടെന്ന് പറഞ്ഞേക്കാം. കർക്കിടക കൂറുകാർക്ക് 2ാം ഭാവത്തിൽ കേതു, ധനസ്ഥാനമാണ് നിങ്ങളുടെ 2ാം ഭാവത്തിൽ കേതു, 3ൽ ആരുമില്ല, 4ൽ ആരുമില്ല, 5, 6ാം ഭാവത്തിൽ ചൊവ്വയും ബുധനും, 7ൽ ആര് വരുന്നു? സൂര്യനും ശുക്രനും, അഷ്ടമത്തിൽ രാഹു, ഭാഗ്യസ്ഥാനത്ത് 9ൽ ശനി, 11, 10, 11, 12, 12ൽ വ്യാഴം. ആർക്ക്? കർക്കിടക കൂറുകാർക്ക്. അപ്പോൾ ഓരോരുത്തർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ എങ്കിലും ബാക്കിയുള്ളവർ എന്നോട് ചിലപ്പോൾ പിണങ്ങാൻ സാധ്യതയുണ്ട്, എൻ്റെ അറിഞ്ഞില്ല. നിങ്ങൾക്ക് നോക്കിക്കോ, ചിങ്ങക്കൂറുകാരായിട്ടുള്ള നിങ്ങൾക്ക് ജന്മത്തിൽ കേതു, ഇവർക്ക് ജന്മത്തിൽ വ്യാഴം. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലാക്കണം. മകം പൂരം ഉത്തരത്തിൽ കാലുകാരെ മനസ്സിലാക്കണം, എനിക്ക് ജന്മത്തിൽ കേതുവാണ്, കേതു പാപഗ്രഹമാണ്, ദോഷഗ്രഹമാണ്, അതിൻ്റെ സ്ഥിതി നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. പക്ഷെ ഇവർക്ക് ജന്മത്തിൽ വ്യാഴമാണ്, ഇവർക്ക് ജന്മത്തിൽ ശനിയാണ്. ആർക്ക്? മീനക്കൂറുകാർക്ക്. ജന്മം എന്ന് വെച്ചാൽ നിങ്ങളുടെ നക്ഷത്രം ഇവിടെയാണല്ലോ, പൂരുരുട്ടാതികാൽ ഉത്തരട്ടാതി രേവതി നക്ഷത്രം, അതാ ജന്മം എന്ന് പറയുന്നത്. നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്. പൂരുരുട്ടാതികാൽ ഉത്തരട്ടാതി രേവതി, മകേരത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാലുകാരുടെ ചന്ദ്രൻ ഇവിടെ ആയിരിക്കും. ഉത്തരത്തിന്റെ മുക്കാൽ അത്തം ചിത്തിര കന്നിക്കൂറുകാർക്ക് ചന്ദ്രൻ ഇവിടെ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ജന്മത്തിൽ ഇപ്പോൾ ആരുമില്ല. അങ്ങനെ കണക്ക് കൂട്ടി നിങ്ങൾ എഴുതി വെച്ചു. പഠിക്കാനല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജാതകപ്രകാരം ഇതെന്താണ് ഭാവം എന്നുള്ളതാണ് അടുത്ത പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ധനുക്കൂറുകാർ മനസ്സിലാക്കുന്നു, എന്താണ്? മൂലം പൂരാട് ഉത്രാടത്തിൽ കാലുകാരായിട്ടുള്ള ധനുക്കൂറുകാർ ജന്മത്തിൽ ചൊവ്വയും ബുധനും, 7ൽ വ്യാഴം, 4ൽ ശനി, 9ൽ കേതു, 2ൽ സൂര്യനും ശുക്രനും, 3ൽ രാഹു. ഇനി 3, 4, 5, 6 എന്താണെന്നുള്ളത് എല്ലാവർക്കും പറഞ്ഞു തരാൻ പോവാണ്. അതാണ്ട് എഴുതി വെച്ചോളൂ. 1ാം ഭാവം എന്ന് പറയുന്നത് ദേഹം, നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്ത, നമ്മുടെ പ്രവൃത്തികൾ നമ്മളിലേക്ക് വരുന്നത് എന്ന് എഴുതി വെക്കുക. 1. അപ്പം ജന്മത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളോടൊപ്പം, നമ്മുടെ കൂടെ, നമ്മുടെ പ്രവൃത്തി മണ്ഡലങ്ങളിൽ നമ്മളോടൊപ്പം സഞ്ചരിക്കുക എന്ന് പറയും, നമ്മുടെ നിഴലെന്ന് പറയും. അപ്പം നമ്മളോടൊപ്പം മീനക്കൂറുകാർക്ക് ശനി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്.
അപ്പം ശനി നിങ്ങളുടെ ജാതകത്തിലെ ഏത് അവസ്ഥയിലാണെന്നുള്ളത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. എങ്കിൽ മാത്രമേ ശനി ഗുണമായിട്ടാണോ നിങ്ങൾക്ക് ശനി കൂടെ നിൽക്കുന്ന ശനി നിൽക്കുന്നത് ഗുണമായിട്ടാണോ ദോഷമായിട്ടാണോ എന്ന് അറിയാനൊക്കത്തുള്ളൂ. അപ്പോൾ അത്രത്തോളം വിശദമായിട്ട് ഈ വീഡിയോ പറയാൻ പോയാൽ ഒരുപാട് സമയം എടുക്കും. നിങ്ങൾ അതിനല്ല വന്നിരിക്കുന്നത്, നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഫലം കേൾക്കാനാണ് വന്നിരിക്കുന്നത്. അതാണ് പറയാൻ പോകുന്ന എൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ആദ്യമായിട്ട് ഒന്ന് സൂചിപ്പിച്ചത്. അപ്പോൾ ജന്മശനി നടന്നുകൊണ്ടിരിക്കുന്നു ആർക്ക്? മീനക്കൂറുകാർക്ക്. ഒരു ഉദാഹരണം പറയുകയാണ്. മീനക്കൂറിൽ വരുന്ന ഒരു ഉരുട്ടാതി ഉളുത്തുരുട്ടാതി രേവതി നക്ഷത്രക്കാരനായ ഒരാളാണ് ഈ വീഡിയോ കാണുന്നത്. ഇദ്ദേഹത്തിൻ്റെ ജാതക പ്രകാരം ജനിച്ച സമയത്ത് ശനി ഇതാ ഇവിടെ നിൽക്കുക എന്ന് വിചാരിച്ചു. ഇദ്ദേഹത്തിന് ശനി ദോഷമില്ല, ഇവിടെ വന്നാലും ദോഷം വരുന്നില്ല. അതാ കാരണം ഇദ്ദേഹം ജനിച്ച സമയത്ത് ശനി ഉച്ചരാശിയിൽ നിൽക്കുന്ന സമയത്താണ് ജനിച്ചിരിക്കുന്നത്. പിടികിട്ടിയല്ലോ. അപ്പം ജന്മശനിയുണ്ട് കണ്ടകശനിയുണ്ട് എന്ന് പറഞ്ഞ് കിടന്ന് കരയേണ്ട യാതൊരു ആവശ്യവും അവിടെ വരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അങ്ങനെയാണ് ആളുകൾ പറഞ്ഞു കൊടുക്കുന്നത്. അതുകൂടാതെ നിങ്ങളിതാ ഇവിടെ കൂറുകാരായിട്ടുള്ള കാർത്തിക മുക്കാല് രോഹിണി മകേരത്തിൻ്റെ അര വരുന്ന ഇടവക്കൂറുകാർക്ക് ശനി നിങ്ങളുടെ കൂടെ നിന്നാൽ ഒരു ദോഷവും ഇല്ല. കാരണം നിങ്ങൾക്ക് ശനി എപ്പോഴും യോഗകാരകനായിരിക്കും, യോഗങ്ങൾ തരുന്ന ആളായിരിക്കും. അദ്ദേഹം നിങ്ങൾക്കിപ്പം ഇവിടെ നിൽക്കുന്നത് കൊണ്ടോ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ടോ നിങ്ങൾക്ക് വർദ്ധിച്ച ധനലാഭയോഗം വരേണ്ടതാണ്. അത് കിട്ടാത്തതിൻ്റെ തടസ്സം എന്താണെന്നുള്ളതാണ് നമ്മൾ പിന്നെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രാഥമികമായിട്ട് പറഞ്ഞു. അത് വളരെയധികം നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞത്. ഇത് ധൃതിയില്ലാത്ത സമയത്ത് സ്ലോയിൽ നിങ്ങൾ ഇരുന്നു കൊണ്ട് പേനയും പേപ്പറും എടുത്തു വെച്ചുകൊണ്ടിരുന്ന് നിങ്ങൾ ശ്രദ്ധയോടുകൂടി കണ്ടാൽ നിങ്ങൾക്കിത് മനസ്സിലാകും. നിങ്ങളോടൊപ്പം ഇപ്പോൾ ആര്, നിങ്ങളുടെ ഓരോരോ ഭാവങ്ങളിൽ ആരാണ് നിൽക്കുന്നത് എന്നാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഫലം പിന്നെ നമുക്ക് പറയാം. കാരണം ബിസിനസ് വിജയിക്കും എന്ന് പറയുക ഒരാളോട്. അശ്വതി ഭരണി കാർത്തികാല് ബിസിനസ്സിൽ നല്ല വിജയം ഉണ്ടാകും. നിങ്ങൾ ഈ സമയത്ത് ഒരു സർക്കാർ ജോലിക്കാരനാണ്, നിങ്ങളൊരു പ്രൊമോഷൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ സസ്പെൻഷനിൽ നിൽക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് ബിസിനസ് വിജയം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഗുണം എന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ വിദേശത്ത് പോയി നിൽക്കുക, വിസിറ്റിംഗ് വിസയിൽ നിങ്ങൾക്കൊരു തൊഴിലിന് വേണ്ടി പോയി നിൽക്കുക. നിങ്ങൾക്ക് ബിസിനസ്സിൽ നല്ല വിജയം ഉണ്ടാകും, ലാഭം വർദ്ധിക്കും, കടം കൊടുക്കാതെ സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് എന്ത് പ്രയോജനം? അതല്ല ഞാൻ പറയാൻ പറയുന്ന കാര്യം. മേടക്കൂറുകാർക്ക് ഇപ്പോഴത്തെ ഒരു ഗ്രഹസ്ഥിതി പറയുക, നിങ്ങളുടെ ഏതേത് ഭാവങ്ങളിൽ ഏതേത് ഗ്രഹങ്ങൾ വരുമ്പോൾ അതിൻ്റേതായ ഒരു ഗുണങ്ങൾ നിങ്ങൾക്ക് വരും. അത് നിങ്ങളുടെ ജാതകവുമായി നിങ്ങൾ തട്ടിച്ച് നോക്കിയിട്ട് വേണം നിങ്ങളൊരു കൺക്ലൂഷനിൽ എത്താനായിട്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ പറയുന്ന ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ അശ്വതി ഭരണി കാർത്തിക കാലുകാരുടെ കാര്യം പറയുന്നു. അതുപോലെ തന്നെ ഇത്രയും ഗ്രഹങ്ങളുടെയും ഒരു സ്ഥിതി വിശേഷമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോരോ ഫലസിദ്ധി വരുന്നതിൻ്റെ ഒരു ഗുണഫലങ്ങളും ദോഷഫലങ്ങളും നമുക്ക് പ്രധാനമായിട്ട് പറയാം. അപ്പം ഇവിടെ വരുന്നതാരൊക്കെയാണ്? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കിപ്പം ഭാവങ്ങളുടെ കാര്യം പറയാം. ഒന്നാം ഭാവം കൊണ്ട് ഞാൻ പറഞ്ഞു ജന്മത്തിൽ നമ്മളോടൊപ്പം. രണ്ടാം ഭാവം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. നിങ്ങൾ മേടക്കൂറുകാരനാണെങ്കിൽ നിങ്ങൾക്ക് ചന്ദ്രലഗ്നവും ഉണ്ട്, നിങ്ങളുടെ സാധാരണ നിങ്ങൾ ജനിച്ച ലഗ്നവും ഉണ്ട്. ചിലപ്പം ഇവിടെ നിങ്ങൾ മേടക്കൂറുകാരന് അശ്വതി ഭരണി കാർത്തികാലർക്ക് ചന്ദ്രൻ ഇവിടെയാണെങ്കിൽ ചിലപ്പോൾ ലഗ്നം ഇവിടെ വരാം, ഇവിടെ വേണമെങ്കിലും വരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം, നിങ്ങളുടെ ലഗ്നാധിപൻ ആരാണ്? ഇതാണ് ചന്ദ്രൻ. നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപൻ ആരാണ്? ചൊവ്വ. അപ്പോൾ എൻ്റെ ലഗ്നം ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കണം, എൻ്റെ ലഗ്നപ്രകാരം വ്യാഴം ഇപ്പം 12ലാണ്. എൻ്റെ ജനിച്ച സമയത്ത് ഇത് തന്നെയാണ് നിങ്ങളുടെ ഗ്രഹനിലയെന്ന് കൂട്ടിയാൽ എന്ത്? എൻ്റെ ധനസ്ഥാനത്തെ കേതുവുള്ള സമയത്താണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. എൻ്റെ ജാതകപ്രകാരം എനിക്ക് അഷ്ടമത്തിൽ രാഹു നിൽക്കുന്ന സമയത്താണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. എനിക്ക് ഭാഗ്യസ്ഥാനത്ത് ശനി നിൽക്കുന്ന സമയത്താണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ലഗ്നക്കാരൻ എൻ്റെ 7ാം ഭാവമായിട്ടുള്ള ഭാര്യാസ്ഥാന ഐശ്വര്യസ്ഥാനത്ത് സൂര്യനും ശുക്രനും ഉള്ള സമയത്താണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. അതുകൂടാതെ എനിക്ക് 6ാം ഭാവത്തിൽ ചൊവ്വയും ബുധനും ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുന്നു. ഇത് മനസ്സിലാക്കി വെച്ച് കഴിയുമ്പോൾ ഇത് ഏതേത് ഭാവമാണെന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വീണ്ടും ഒന്നുകൂടി പറയുന്നു. ലഗ്നത്തെ കൊണ്ട് നമ്മളോടൊപ്പം നിൽക്കുന്ന ഗ്രഹമെന്നും നമ്മുടെ ഭാവത്തെക്കുറിച്ച് ഇരിക്കുന്നു. 2ാം ഭാവം ധനസ്ഥാനം, 3ാം ഭാവം കുടുംബസ്ഥാനം, ഇളയ സഹോദര സ്ഥാനം. അങ്ങനെ ഒരു സ്ഥാനം മാത്രമല്ല, ഒരുപാട് സ്ഥാനമുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള കാര്യം നമ്മൾ പറയുന്നത്. 4ാം ഭാവം ഗൃഹം, വാഹനം, ശയനം, അങ്ങനെയുള്ള സ്ഥാനം. ഗൃഹം, വാഹനം, സ്ഥാനം. 5ാം ഭാവം കൊണ്ട് മനസ്സ്, സന്താനം, പ്രധാനമായിട്ട് പൂർവ്വപുണ്യം, അങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. തീർത്ഥാടനം അങ്ങനെ പറയുന്നുണ്ട്. അപ്പം മനസ്സ്, സന്താന ഭാവം. 6ാം ഭാവം കൊണ്ട് ശത്രുസ്ഥാനം, രോഗസ്ഥാനം ചിന്തിക്കണം. 7ാം ഭാവം കൊണ്ട് ഭാര്യാസ്ഥാനവും നിങ്ങളുടെ ഐശ്വര്യത്തിൻ്റെ സ്ഥാനവും ചിന്തിക്കണം. ഒരു ഭാര്യയാണെങ്കിൽ, ഒരു സ്ത്രീയാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്ഥാനവും ഐശ്വര്യസ്ഥാനവും ചിന്തിക്കണം. അഷ്ടമം കൊണ്ട് ആയുസ്, 9 കൊണ്ട് ഭാഗ്യം, പിതാവ്, പിതൃകുടുംബം,
10 കൊണ്ട് കർമ്മം, തൊഴിൽ, പ്രവൃത്തി, 11 കൊണ്ട് ലാഭം, 12 കൊണ്ട് നമുക്ക് വരാൻ പോകുന്ന നഷ്ടങ്ങളെക്കുറിച്ചും ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ, ഇത് ജ്യോതിഷം പഠിപ്പിക്കുന്ന വീഡിയോ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിലൂടെ ചേർത്ത് അത് പറയുന്നത്. ഇപ്പം മേടക്കൂറുകാർക്കല്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭാവങ്ങൾ മാറി വരും. ഇടവ് കൂറുകാർക്ക് 2ാം ഭാവം എവിടെ വന്നു? ഇത് വന്നു. 2ാം ഭാവത്തെക്കുറിച്ച് ഞാൻ എന്താ നേരത്തെ പറഞ്ഞേ? നമ്മുടെ ധനസ്ഥാനമാണ്. നമുക്ക് 2 ധനസ്ഥാനം വരും. ചന്ദ്രനെ കൊണ്ടുള്ള ധനസ്ഥാനമുണ്ട്, ലഗ്നത്തെ കൊണ്ടുള്ള ധനസ്ഥാനമുണ്ട്. ചന്ദ്രനാലുള്ള ധനസ്ഥാനം മോശമായിട്ട് നിൽക്കുവാണെങ്കിലും ലഗ്നത്തെ കൊണ്ടുള്ള ധനസ്ഥാനം നല്ലതാണെങ്കിൽ നമുക്ക് അനുകൂല ഫലത്തിലേക്ക് വരും. ഒരു ഗുണദോഷ സമ്മിശ്രമായ ഫലം വരും. 2 ഭാവവും ദോഷത്തിലാണ് നിൽക്കുന്നതെങ്കിലോ മൊത്തത്തിൽ പ്രശ്നമായില്ലേ? ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. ഈ ലഗ്നക്കാരൻ നോക്കിക്കുക, നിങ്ങളുടെ ജാതകപ്രകാരം ധനത്തിൻ്റെ അധിപതി ആരാ? സൂര്യനാണ്. ഉണ്ടോ? 2ാം ഭാവത്തിൻ്റെ അധിപതി ഇതാണ്ട് സൂര്യൻ. ഇദ്ദേഹം എവിടെ നിൽക്കുന്നു? നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് 7ാം ഭാവത്തിൽ നിൽക്കുന്നു. നമുക്ക് ലഗ്നാൽ പറയാം. നിങ്ങളിപ്പം ഈ ഗ്രഹനിലക്കാരനാണെങ്കിൽ, ഇടവ് കൂറുകാരനാണെങ്കിൽ നിങ്ങളുടെ ജാതകപ്രകാരം ധനത്തിൻ്റെ അധിപനാരായി? ബുധനായി. അപ്പം ഈ ഇടവ് കൂറുകാരനാണെങ്കിൽ നിങ്ങൾക്ക് ബുധനാണെന്നും, ഈ ലഗ്നക്കാരനാണെങ്കിൽ നിങ്ങളുടെ ധനസ്ഥാനാധിപതി 2 കൂടി നമ്മൾ കണക്ക് കൂട്ടിക്കൊണ്ട് മനസ്സിലാക്കുക. ഇനി ഇത്രയും കാര്യങ്ങൾ പ്രാഥമികമായി പറഞ്ഞു. നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലായി എന്നെനിക്കറിയത്തില്ല. എങ്കിൽ പോലും നമുക്ക് ഇനി ഫലസിദ്ധികൾ പറയുന്ന, അതിവിശേഷപ്പെട്ട ഫലസിദ്ധികൾ പറയുന്ന വീഡിയോ ആണ് 2ആയിട്ട് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം വീഡിയോയ്ക്ക് ഒരുപാട് 1 മണിക്കൂർ ലെങ്ത് ഉള്ളത് കൊണ്ട് ആളുകൾക്ക് ഇച്ചിരി പ്രയാസമുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം അത് മാറ്റി നമുക്ക് 2ആയിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ 2ആയിട്ട് മുറിച്ചിട്ട് ഞാൻ ഇടാം. അപ്പം നമുക്ക് നോക്കട്ടെ. അപ്പോൾ നമുക്ക് ഇന്ന് ഉത്തരായന കാലം ആരംഭിക്കുന്ന ഒരു മാസമാണല്ലോ നമ്മളിപ്പോൾ തുടങ്ങുന്നത്. അപ്പം മകരമാസം, അതായത് മകരക്കൂറുകാരുടെ ഫലസിദ്ധി പറഞ്ഞു പോകാം. മകരത്തിൽ വരുന്നത് ഉത്രട്ടാതി കാല്, ഉത്രാടത്തിൻ്റെ മുക്കാല്, തിരുവോണം, അവിട്ടത്തിൻ്റെ അര വരുന്നവരാണ് നമ്മൾ മകരക്കൂറുകാരെന്ന് പറയുന്നത്. ഉത്രാടത്തിൻ്റെ മുക്കാല്, തിരുവോണം, അവിട്ടത്തര. അപ്പോൾ നിങ്ങൾ ജാതകപ്രകാരം നിങ്ങൾക്ക് ചന്ദ്രൻ ഇവിടെയായിരിക്കും നിങ്ങളുടെ ഗ്രഹനിലയിൽ നിൽക്കുന്നത്. അതല്ല, നിങ്ങൾക്ക് ചന്ദ്രൻ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഉത്രാടത്തിൻ്റെ കാലുകാരായിരിക്കും. ഇവിടെ ചന്ദ്രൻ വരുന്നെങ്കിൽ അവിട്ടത്തിൻ്റെ അരയിൽ വരുന്ന ആളായിരിക്കും. അപ്പം നമ്മൾ ഉത്രാടത്തിൻ്റെ മുക്കാല്, തിരുവോണം, അവിട്ടത്തര വരുന്ന മകരക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് നമ്മൾ പറയുന്നത്. ചെറിയ പിശകുകൾ, നമ്മളിങ്ങനെ വീഡിയോ കട്ട് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ അല്ല, ഞാനങ്ങ് പറഞ്ഞു പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഓർമ്മയിൽ നിന്ന് വരുന്നത് കൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് ജന്മത്തിൽ സൂര്യനും ശുക്രനും സഞ്ചരിക്കുന്നു. സൂര്യനോടൊപ്പം ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ സൂര്യൻ്റെ പ്രഭാവം കൊണ്ട് ശുക്രന് മൗഢ്യം സംഭവിച്ചിരിക്കുന്ന ഒരു സമയത്താണ് മകരം 1-ാം തീയതി ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് എപ്പോഴും സൂര്യൻ അഷ്ടമത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹം ആയിരിക്കും. അതൊരിക്കലും മാറാൻ പോകുന്നില്ല ചന്ദ്രാൽ. പക്ഷെ നിങ്ങൾക്ക് ലഗ്നം ഇവിടെയാണെങ്കിൽ നിങ്ങളുടെ ലഗ്നാധിപൻ കൂടിയാണ് എന്ന് മനസ്സിലാക്കണം. ഇനി നിങ്ങളുടെ ലഗ്നം ഇവിടെയാണെങ്കിൽ, മകരക്കൂറ് ഉത്രാട നക്ഷത്രക്കാരൻ്റെ ലഗ്നം ഇവിടെയാണെങ്കിൽ നിങ്ങളുടെ 4ാം ഭാവത്തിൻ്റെ അധിപനാണ്, ശുഭഗ്രഹമാണ്. ഇവിടെയാണ് നിങ്ങളുടെ ലഗ്നം വരുന്നതെങ്കിൽ നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾക്ക് ആരായി? നിങ്ങളുടെ 5ാം ഭാവാധിപനാണ് സൂര്യൻ, ലഗ്നം. പക്ഷെ നിങ്ങൾ കൂറുകാരൻ വരുമ്പോൾ, കൂറ് എന്ന് വെച്ചാൽ എന്താ? ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ വിടുന്ന ആള്. അപ്പം ഉത്രാടത്തിൻ്റെ മുക്കാല്, തിരുവോണം, അവിട്ടത്തര വരുന്ന ആളുകൾക്ക് സൂര്യൻ ചന്ദ്രാൽ എപ്പോഴും അഷ്ടമത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ്. അത് നമുക്ക് ജന്മത്തിൽ സഞ്ചരിക്കുന്ന മാസം കുറച്ച് ദോഷഫലമാണ്. സൂര്യൻ ലഗ്നത്തിൽ സഞ്ചരിക്കുന്ന സമയം രോഗാരിഷ്ടതകളെ കൊണ്ടും പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളെ കൊണ്ടും പ്രയാസങ്ങളെ കൊണ്ടും നഷ്ടങ്ങളെ കൊണ്ടും പറയാകുന്ന ഒരു മാസമായിട്ട് നമുക്ക് മകരമാസത്തെ കണക്ക് കൂട്ടാം. അതുകൂടാതെ നിങ്ങളുടെ യോഗകാരകനും കൂടിയായിട്ടുള്ള ശുക്രൻ നിങ്ങൾക്ക് മൗഢ്യത്തിൽ നിൽക്കുന്നതിനാൽ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പാഴ്ചെലവുകൾ വർദ്ധിക്കുക, രോഗാരിഷ്ടതകൾ വർദ്ധിക്കുക, അലച്ചിലുകൾ വർദ്ധിക്കുന്ന ഒരു മാസമാണ് മകരമാസത്തിൻ്റെ തുടക്കം എന്നാണ് ഈ ഗ്രഹസ്ഥിതി വെച്ചുകൊണ്ട് പറയുന്നത്. അതുകൂടാതെ നമുക്ക് വ്യാഴം വന്നിട്ട് 6ാം ഭാവത്തിൽ മറിഞ്ഞിരിക്കുകയാണ്, ഈശ്വരാധീനം മറിഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ കർമ്മഫലം നമ്മളിൽ നിന്നും മറഞ്ഞു നിൽക്കുന്ന സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൂടാതെ നമ്മുടെ ധനസ്ഥാനത്ത് രാഹുവിൻ്റെ സ്ഥിതി, കുടുംബസ്ഥാനമായിട്ടുള്ള 3ാം ഭാവത്തിൽ ശനിയുടെ സ്ഥിതി, 4 ഗൃഹം, വാഹനം, 5, 6 ഇല്ല, 6ാം ഭാവത്തിൽ വ്യാഴം, ശത്രു രോഗസ്ഥാനത്തേക്കാണ് വ്യാഴം, അഷ്ടമത്തിൽ കേതു, 12ാം ഭാവത്തിൽ നിൽക്കുകയാണ് ചൊവ്വയും ബുധനും. അപ്പോൾ പൊതുവിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തുടക്കം വന്നപ്പോൾ തന്നെ മേടക്കൂറുകാർക്ക് ഇച്ചിരി ദോഷഫലം പറയുന്നുണ്ട്. ഇതിൽ പറയുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, നിങ്ങൾക്കുള്ള പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് ചലിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ആദ്യ ഫലം നമ്മൾ പറഞ്ഞ് ഇച്ചിരി ദോഷമായിട്ടാണ് കാണിക്കുന്നത്. മകരക്കൂറുകാർക്ക് മാത്രമാണ് ആ ഫലം പറയുന്നത്.
അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സൂര്യഭഗവാന്റെ പ്രതിനിധീകരണം ചെയ്യുന്ന ശിവഭഗവാന് മകരമാസം മുഴുവനായിട്ട് നിങ്ങൾ പുഷ്പാഞ്ജലികൾ, ജലധാര, കൂവളത്തിൻ്റെ മാല സമർപ്പിച്ചുകൊണ്ട് ലക്ഷ്മി ദേവി പുഷ്പാഞ്ജലി, വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ടുള്ള പൂജകളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക. ധനസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ധനപരമായിട്ടുള്ള തടസ്സങ്ങൾ നിൽക്കുന്നത് മാറാന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നാഗദൈവങ്ങൾക്ക്, കുടുംബക്ഷേത്രത്തിലുള്ള നാഗദൈവങ്ങൾക്ക് വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അപ്പം പൊതുവിലുള്ള ഫലസിദ്ധി പറയുവാണെങ്കിൽ നെഗറ്റീവായിട്ടാണ് തുടക്കം കാണിക്കുന്നത്. അതിൻ്റെ ഫലസിദ്ധികൾക്ക് നിന്നും പരിഹാരം കാണുന്നതിന് വേണ്ടി അഷ്ടമത്തിൽ നിൽക്കുന്ന കേതുവിന് അഷ്ടദ്രവ്യ ഗണപതി ഹോമം ചെയ്യുക. ഈ മാസം ഒരു അഷ്ടദ്രവ്യ ഗണപതി ഹോമം ചെയ്യുക. നാഗദൈവ പ്രീതി കുടുംബത്ത് വരുത്തുക. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ലക്ഷ്മി പൂജ, വിഷ്ണു പൂജ, ലക്ഷ്മി പൂജ, തുളസിമാല, അതുപോലെ തന്നെ താമരമുട്ടിൻ്റെ മാലയൊക്കെ സമർപ്പിച്ചുകൊണ്ട് പുഷ്പാഞ്ജലികൾ നടത്തി നോക്കിക്കോ. നിങ്ങളുടെ 7 അയലത്ത് പോലും പ്രശ്നങ്ങൾ വരുത്തില്ല, അത് നീങ്ങിപ്പോവുക തന്നെ ചെയ്യും. അപ്പോൾ ഉത്രാടത്തിൻ്റെ മുക്കാല്, ഉത്രാടത്തിൻ്റെ മുക്കാല് തിരുവോണം അവിടെ തന്നെ വരുന്ന നിങ്ങൾ ഒരു ഭിക്ഷക്കാരനായിക്കോട്ടെ, രാജാവായിക്കോട്ടെ, ജയിലിൽ കിടക്കുന്ന ആളായിക്കോട്ടെ, വളരെയധികം സന്തോഷം അനുഭവിക്കുന്ന ആളായിക്കോട്ടെ, വിദേശത്തിരിക്കുന്ന ആളായിക്കോട്ടെ, സർക്കാർ ജോലിക്കാരനായിക്കോട്ടെ, ഇത് പറയുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഓരോ വിധത്തിലായിരിക്കും ഇത് ബാധിക്കുന്നത്. നിങ്ങളൊരു ജാമ്യത്തിന് കൊടുക്കുകയാണ്, ജയിലിൽ കിടക്കുന്ന ഒരാളാണ്, തിരുവോണം നക്ഷത്രക്കാരനാണ്, ഒരു കേസിൽപ്പെട്ട് നിങ്ങൾ അകത്ത് കിടക്കുകയാണ്. നിങ്ങൾക്ക് ഈ മാസം നിങ്ങൾ കൊടുക്കുമ്പോൾ ജാമ്യം കിട്ടാത്ത അവസ്ഥ വരിക, നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാവുക, തിരിച്ചടികൾ നേരിടേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അത് പ്രശ്നത്തിൽ പറയുന്നു. അപ്പം നിങ്ങൾക്ക് എന്തായി? ഭിക്ഷക്കാരൻ മുതൽ രാജാവ് മുതൽ ജയിലിൽ കിടക്കുന്നത് മുതൽ ബിസിനസ്സുകാരൻ മുതൽ കളക്ടർ വരെ പോലീസുകാരൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ഒറ്റ ഫലസിദ്ധിയാണ് നമ്മൾ പറഞ്ഞത്. അതിൽ പഠിക്കുന്ന കുട്ടികളുടെ കാര്യം, അവർക്ക് വിദേശത്ത് പോകാൻ നിൽക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ ഈ മാസം അതൊരു പൈസ കൊടുക്കാൻ പോവുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് മിനിമപ്പെടുത്തി വെക്കുക. ഈ മാസം ഒന്ന് കഴിയട്ടെ, മകരമാസം കഴിയട്ടെ, അതുവരെ നിങ്ങൾക്ക് ഇത്തിരി തടസ്സങ്ങളുണ്ട്. പൊതുവേ വ്യാഴം മറഞ്ഞു നിൽക്കുവാണ്. ഒരു പണം മുടക്കി ഒരു കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്, ഒരു വീട് വെക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപ നിങ്ങൾ ഒരാൾക്ക് കൊടുത്തിട്ടൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കാൻ പോവുകയാണ്. അതിനൊന്നും ഇപ്പോൾ കൊണ്ടുപോയി ചെയ്യരുത് എന്ന് നിങ്ങളോട് പറയുവാണ്. അപ്പം അത്രത്തോളം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്കുള്ള ഫലസിദ്ധിയും പറഞ്ഞു, നിങ്ങൾക്കുള്ള പരിഹാരവും പറഞ്ഞു. ആർക്ക്? മേടക്കൂറുകാരുടെ ഫലസിദ്ധി പറഞ്ഞു, അല്ല മകരക്കൂറുകാരുടെ ഫലസിദ്ധിയും ഇതും പറഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ അടുത്തതായിട്ട് നമ്മൾ ഇത്രയും ഭാഗമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേടക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് പറയാൻ പോകുന്നത്. മേടക്കൂറുകാരുടെ ഫലസിദ്ധി പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേടക്കൂറുകാർക്ക് പൊതുവെ ഈ ഒരു മകര മാസം ആരംഭിക്കുന്നത് ഒരു ശുഭഫലത്തിലേക്കാണ് അവരുടെ കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് 1, 2, 3, 4, 5-ാം ഭാവം മനസ്സിൻ്റെയും സന്താനത്തിൻ്റെയും ആധിപത്യം വഹിക്കുന്ന ഗ്രഹമായിട്ടുള്ള സൂര്യൻ നിങ്ങൾക്ക് കർമ്മരാശിയിൽ വർഷത്തിൽ ഒരിക്കലേ വരുത്തുള്ളൂ. അതാണ് മകരത്തിൽ വരാൻ പോകുന്നത്. അപ്പം മകരക്കൂറിലേക്ക് കർമ്മത്തിൻ്റെ 5-ാം ഭാവാധിപൻ വരുന്നു. അതുകൂടാതെ ധനത്തിൻ്റെ അധിപനും ഭാര്യ ഐശ്വര്യത്തിൻ്റെ അധിപനും കൂടി ചേർന്നുകൊണ്ട് കർമ്മത്തിലേക്ക് വരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ്നെസ് എങ്ങനെയുണ്ടെന്ന് മനസ്സിലായല്ലോ. നിങ്ങൾക്കൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും ചൊവ്വയാണ് നിങ്ങളുടെ ചന്ദ്രലഗ്നത്തിൻ്റെ അധിപൻ. അപ്പോൾ നിങ്ങൾക്ക് കടുത്ത ദേഷ്യ സ്വഭാവം വളരെയധികം കൂടുതലായിട്ട് വരുന്ന ഒരു നക്ഷത്രക്കാരും കൂടിയാണ് അശ്വതി, ഭരണി, കാർത്തികകാലുകാർ. എടുത്തെറിയുക, പൊട്ടിത്തെറിക്കുക, എന്തെങ്കിലും പെട്ടെന്ന് ശോഭിക്കുക, എന്നാൽ അതുപോലെ തണുക്കുകയും ചെയ്യും എന്ന് ഇവരുടെ കൂടെ ഉള്ളവർ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം തകരാൻ വേറൊന്നും വേണ്ട. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നവരല്ല നിങ്ങളുടെ കൂടെ ഉള്ളവരെങ്കിൽ പ്രശ്നങ്ങളാകും. അപ്പോൾ അത് മനസ്സിലാക്കി വെച്ചുകൊണ്ട് നിങ്ങളുടെ സമയം അനുകൂലമായിട്ടാണ് നമ്മളുടെ പ്രശ്നം നോക്കുമ്പോൾ കാണുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കർമ്മരാശിയിൽ സൂര്യ ശുക്രന്മാർ സഞ്ചരിക്കുന്ന ഒരു മാസം എന്ന് പറയുന്നത് എല്ലാ വർഷവും മകരമാസത്തിലാണ്. ആ ഒരു മകരമാസമാണ് വരാൻ പോകുന്നത്. അത് വളരെയധികം ഉത്തമമാണ്. നേരത്തെ പറഞ്ഞ തൊഴിൽ പുരോഗതി, ധനപുരോഗതി, പ്രമോഷൻ, വിദേശയാത്ര, തടസ്സങ്ങൾ നീങ്ങുക, വിവാഹ തടസ്സങ്ങൾ മാറുക, ഭാഗ്യം വർദ്ധിക്കുക, ധനം കൈ വന്നു ചേരുക, ഇത്രയും കാര്യങ്ങൾ വന്നു ചേരുന്ന ഒരു മാസമാണ് ഈ വരുന്ന മകരമാസം. അപ്പോൾ ഈ മകരമാസത്തിൽ നിന്നുകൊണ്ട് മറ്റു ഗ്രഹങ്ങളുടെ ഫലസിദ്ധി നമ്മൾ നോക്കുകയാണെങ്കിൽ, നിങ്ങളുടെ 1, 2, 3, 4, 5-ാം ഭാവം മനസ്സിൻ്റെ സ്ഥാനം, സന്താനത്തിൻ്റെ സ്ഥാനത്ത് ഒരു കേതുവിൻ്റെ സ്ഥിതി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാറ്റമൊന്നുമില്ല. കഴിഞ്ഞ മാസങ്ങളിലോ അതിൻ്റെ അങ്ങേ മാസങ്ങളിലൊക്കെ ഇനി ഒരു വർഷത്തോളം കേതു അവിടെ തന്നെ ഉണ്ടാകും. അപ്പോൾ അത് കഴിഞ്ഞാൽ കേതു താണ്ടെ ഇങ്ങോട്ട് മാറും, രാഹു ഇങ്ങോട്ട് മാറും. അപ്പോൾ അത് പിന്നെ പറയാം. നമ്മുടെ ഇപ്പോൾ ജാതകപ്രകാരം മനസ്സ്, സന്താനം, അപ്പം സന്താനങ്ങളോട് ദേഷ്യപ്പെടാതിരിക്കുക, അവരുമായിട്ട് വഴക്കുണ്ടാക്കാൻ പോകാതിരിക്കുക, മനസ്സിനെ ശാന്തിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ച് കണ്ട് പ്രവർത്തിച്ച് ചെയ്യുക.
അത് പറയാനുള്ള കാരണം ഞങ്ങൾക്കൊന്നും ചെയ്യാനൊക്കത്തില്ല, കേതു നിൽക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ പേരിൽ നിങ്ങളൊരു അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടത്തി അവരെയും കൊണ്ട് ഗണപതി ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയി തൊഴുത് ഒരു നാളികേരമൊക്കെ ഉടപ്പിച്ച് മനസ്സിനെ ശാന്തിപ്പെടുത്തി കുട്ടികളോട് ഇച്ചിരി ദേഷ്യപ്പെടുന്ന സമയമാകുമ്പോഴും ദേഷ്യപ്പെടാതെ, വരവേൽപ്പെന്ന് പറഞ്ഞൊരു സിനിമയ്ക്കകത്ത് ഇന്നസെൻറ്റിനെ ഇങ്ങനെ മോഹൻലാൽ ഇങ്ങനെ അടിക്കാനൊക്കെ പോകുമ്പോഴത്തേക്കിന് ഒരു ഇതുണ്ടല്ലോ, ഇങ്ങനെ എന്തോ കക്ഷി ഡ്രൈവറാണ്, ഇദ്ദേഹത്തിൻ്റെ പോലീസ് ബസ്സിൻ്റെ ഡ്രൈവറാണ്. അപ്പം എന്തോ ഒരു യൂണിയൻ തർക്കവുമായി ബന്ധപ്പെട്ട് അപ്പം ഇന്നത്തെ തൊഴിലാളികളോട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ദേഷ്യം ഉണ്ടെങ്കിലും പുറമേ കാണിക്കരുതെന്ന് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഉള്ളൊരു ഭാവമുണ്ട്. ആ ഭാവത്തിലേക്ക് നിങ്ങൾ വരണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം നമുക്ക് അടിക്കാൻ പോവുകയാണെങ്കിലും ദേഷ്യം വരാൻ അടിക്കേണ്ട ഒരു വിഷയം വന്നാൽ പോലും അത് കുട്ടികളോട് ഇപ്രാവശ്യം ഈ ഒരു വർഷത്തേക്കൊക്കെ ഇച്ചിരി പ്രശ്നമുണ്ട്, അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നയത്തിൽ പെരുമാറുക എന്നുള്ളതാണ് പറയാനുള്ള കാരണം. അതല്ലെങ്കിൽ ഇത് മാത്രം മതി നിങ്ങളുടെ ജീവിതത്തിന്, ഒരുപാട് ഇതൊക്കെ ഗുണമുണ്ടെങ്കിലും ഇത് മാത്രം മതി ഭാര്യയും മക്കളൊക്കെ പിണങ്ങി നിൽക്കാനായിട്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക. അപ്പോൾ നിങ്ങളുടെ ജാതകപ്രകാരം 12ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി 7.5 കണ്ടകാല ശനി തന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക്. അശ്വതി ഭരണി കാർത്തികാലികാർക്ക് 7.5 കണ്ടകാല ശനി. പക്ഷേ ശനി നിങ്ങൾക്ക് ലാഭത്തിൻ്റെ അധിപനും അതുപോലെ തന്നെ കർമ്മത്തിൻ്റെ അധിപനും കൂടിയാണ് ചന്ദ്രൻ. അപ്പോൾ കർമാധിപനും ലാഭാധിപനും കൂടിയായിട്ടുള്ള ആൾ 12ൽ നിൽക്കുമ്പോൾ കർമ്മഭാവത്തിനും ലാഭസ്ഥാനത്തിനും ഒരു നഷ്ടഭാവത്തിലേക്ക് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ കർമ്മങ്ങളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും ബിസിനസ്സുകൾ ചെയ്യുന്നവർക്കൊക്കെ ഒരു നഷ്ടഭാവം പറയും, ലാഭങ്ങൾ കുറഞ്ഞു നിൽക്കുന്ന ഒരു മാസമാണ്. അപ്പോൾ 7.5 കണ്ടകാല ശനി നടക്കുന്നതുകൊണ്ട് നീലാഞ്ജനം വിളക്ക് ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ 12ാം ഭാവത്തിൻ്റെ അധിപനും ഭാഗ്യത്തിൻ്റെ അധിപനുമായിട്ടുള്ള വ്യാഴം ഇവിടെ നിൽക്കുന്നു, നിങ്ങൾക്ക് 3ാം ഭാവത്തിൽ നിൽക്കുന്നു. കേതുവിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ രാഹു ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ശനി 12ൽ നിൽക്കുന്ന ദോഷങ്ങളെ പരിഹരിക്കാൻ പര്യാപ്തമാണ്. അപ്പം നീലാഞ്ജനം വിളക്ക് കത്തിക്കുക, ഹനുമാൻ സ്വാമിക്കുള്ള വഴിപാടുകൾ ചെയ്യുക, അഷ്ടദ്രവ്യമായിട്ടുള്ള ഗണപതി ഹോമം ഗണപതി പൂജയൊക്കെ സന്താനങ്ങളുടെ പേരിലൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ രാഹുവിന് നാഗദൈവ പ്രീതി വരുത്തുക, മഹാവിഷ്ണു ഭജനം ചെയ്ത് പ്രാർത്ഥിക്കുക. ഇത്രയും കാര്യം മേടക്കൂറുകാർക്കും ഗുണമായിട്ടുണ്ട്. ഇത് നിങ്ങൾ ഓരോരുത്തരും ഓരോ കൂറിൻ്റെ ഫലം പറയുമ്പോൾ നിങ്ങളത് വിശദമായിട്ട് കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും. വേറൊരു കൂറുകാരൻ മേടക്കൂറുകാരൻ്റെ ഫലം പറയുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കാതെ അയ്യോ എൻ്റെ കാര്യം പറയട്ടെ എന്നല്ല പറയട്ടെ. നിങ്ങളുടെ കാര്യം വരുമ്പോഴും ഇതുപോലെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. മേടക്കൂറുകാരന് കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അശ്വതി ഭരണി കാർത്തിക കാല് കരുന്ന് ചന്ദ്രൻ ഇവിടെ വരുന്നവരുടെ കാര്യം പൂർണ്ണമായിട്ടും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കർക്കിടക കൂറുകാരുടെ ഫലസിദ്ധിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. കർക്കിടക കൂറിൽ വരുന്ന ആരാണ്? പുണർദത്തിൻ്റെ കാല്, പൂയം, ആയില്യം വരുന്ന നക്ഷത്രക്കാരാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. ഈ നിങ്ങൾക്ക് 2ാം ഭാവത്തിൻ്റെ ആധിപത്യം വരുന്ന സൂര്യൻ, ധനത്തിൻ്റെ അധിപനാണ് എപ്പോഴും സൂര്യൻ. അതൊരിക്കലും മാറാൻ പോകുന്നില്ല. നിങ്ങൾ എഴുതി വെക്കുക, എൻ്റെ ധനാധിപതി സൂര്യനാണ്. ഈ സൂര്യൻ ഇപ്പോൾ എനിക്ക് 7ാം ഭാവത്തിൽ വന്നിട്ട് എന്നെ നോക്കുകയാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ പുണർദത്തിൽ കാല് പൂയ ആയില്യക്കാർക്ക് ധനത്തിൻ്റെ അധിപൻ്റെ ദൃഷ്ടി ഇങ്ങോട്ട് പതിയുന്ന സമയമാണ്, സൂര്യൻ്റെയും ശുക്രൻ്റെയും. അപ്പം നേരത്തെ ഇവർക്ക് പറഞ്ഞ അതേ ഫലസിദ്ധി തന്നെ നിങ്ങൾക്കും കൈവന്നു ചേരുന്ന ഒരു സമയമാണ്. വ്യാഴം 12ലാണെങ്കിൽ കൂടി വ്യാഴം 12ൽ നിൽക്കുന്നു എന്നൊരു ഫലം നമ്മൾ മനസ്സിലാക്കി വെച്ചുകൊണ്ട്, ഭാഗ്യസ്ഥാനത്ത് ശനി നിൽക്കുന്ന ഒരു ഭാവം മനസ്സിലാക്കിയിട്ട്, അഷ്ടമത്തിൽ രാഹു നിൽക്കുന്ന ഭാവം മനസ്സിലാക്കിക്കൊണ്ട്, ധനത്തിൻ്റെ സ്ഥാനത്ത് കേതു നിൽക്കുന്നു എന്നും മനസ്സിലാക്കിക്കൊണ്ട് സൂര്യശുക്രന്മാരുടെ ഫലസിദ്ധി നമ്മൾ മനസ്സിലാക്കി. എന്ത്? ധനത്തിൻ്റെ അധിപതി എന്നെ നോക്കിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് ബാക്കിയുള്ളവരാരും ഇപ്പോൾ ഒന്ന് തലപൊക്കത്തില്ല. അതാണ് എൻ്റെ ഒരു ഹൈലൈറ്റ്. നമ്മളെ പിള്ളേരെ അമ്മമാരെ അടിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ച് നിർത്തിക്കുവാണെങ്കിൽ അച്ഛനോട് വലിയ ഇഷ്ടമുള്ള മകളെ വലിയ ഇഷ്ടമുള്ള അച്ഛൻ വരുവാ രാത്രി ജോലി കഴിഞ്ഞ്, അമ്മയെ അടിക്കാൻ പിടിച്ച് നിർത്തി കഴിയുമ്പോൾ അമ്മയുടെ കൈയൊന്ന് അയയും. മോളെ അടിച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ സ്വഭാവം മാറുമെന്ന് ആർക്കറിയാം? അമ്മയ്ക്കറിയാം. എന്ന് പറഞ്ഞ ഒരു മനോഭാവം ഇവിടെ വരണം. നിങ്ങൾക്ക് വ്യാഴം 12ൽ നിൽക്കുന്നു, ധനസ്ഥാനത്ത് കേതു നിൽക്കുന്നു, ഇതെല്ലാം അവിടെ നിൽപ്പുണ്ട്. അവർക്ക് ആർക്കും ആക്രമിക്കാൻ പറ്റത്തില്ല. സൂര്യനും ശുക്രനും നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതത്രയും മനസ്സിലാക്കി വെച്ചല്ലോ. അനുകൂല ഭാവമെന്ന് മനസ്സിലാക്കിയല്ലോ. പക്ഷേ പ്രതികൂലത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ ഒന്ന് തണുപ്പിക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിഷ്ണു ഭജനം ചെയ്യുക, ഗണപതി ഹോമം ചെയ്യുക. ധനസ്ഥാനത്ത് നിൽക്കുന്ന കേതുവിന് ഗണപതി ഹോമം ചെയ്യുന്നതോടൊപ്പം തന്നെ നാഗദൈവങ്ങൾക്ക് മഞ്ഞൾപ്പൊടി, എണ്ണ, കർപ്പൂരം, ചന്ദനത്തിരി, പാല്, പാൽപ്പായസം പോലുള്ള വഴിപാടുകളും കൂടി ചെയ്യണം. എവിടെ ചെയ്യണം എന്ന് ചോദിച്ചാൽ അവിടെയാണ് വ്യത്യാസം വരുന്നത്. കുടുംബക്ഷേത്രത്തിൽ ചെയ്യണം. അതുകൂടാതെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും അമ്പലങ്ങളിൽ നാഗദൈവ പ്രീതിയും കൂടെ വരുത്തുക. ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക ശാസ്താവിന്, അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തിക്കൊണ്ട് കുങ്കുമാർച്ചന, ഭാഗ്യസൂക്തം, വെണ്ണ നിവേദ്യം പോലുള്ള വഴിപാടുകൾ ചെയ്യുക. നീലാഞ്ജനം വിളക്ക് കത്തിക്കാൻ പറ്റുന്നെങ്കിൽ നീലാഞ്ജനം വിളക്ക് കത്തിച്ചിട്ട് ഭാഗ്യസൂക്തം ചെയ്താൽ
കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പം വിഷ്ണു ഭജനം നല്ല രീതിയിൽ ചെയ്യണം. വ്യാഴം 12-ൽ പോയി നിൽക്കുവാണ്. ഇത്രയും കാര്യം മനസ്സിലാക്കിക്കൊണ്ട് മാതൃകുടുംബക്ഷേത്രത്തിൽ നാഗദൈവ പ്രീതിയും വരുത്തുക. ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. നിങ്ങളുടെ ജാതക പ്രകാരം അതുപോലെ തന്നെ ചന്ദ്രലഗ്നപ്രകാരം യോഗകാരകൻ എപ്പോഴും ചൊവ്വയാണ്. ഈ ചൊവ്വ നിങ്ങൾക്ക് ഇപ്പോൾ ശത്രുവിൻ്റെ സ്ഥാനത്ത് നിൽക്കുക. ഇത് ഈ പ്രഭാവങ്ങൾ ഈ മാസത്തെ ഫലമാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് മകരമാസത്തിൽ ഈ ഒരു ഗ്രഹങ്ങളെ കൊണ്ടുള്ള ഫലസിദ്ധി കൊണ്ട് വളരെയധികം ഉത്തമമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഫലസിദ്ധി പറഞ്ഞു. 1, 2, 3, 4 ഇത്രയും കൂറുകാരുടെ ഫലസിദ്ധി പറഞ്ഞു. ഇനി നമ്മൾ നേരെ പറയുന്നത് കുംഭക്കൂറുകാരുടെ ഫലസിദ്ധി. ഇവിടെ വരുന്ന ആരൊക്കെ? അവിട്ടത്തിൻ്റെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാല് വരുന്നവർ ജന്മശനി, ജന്മരാഹു ഉണ്ടോ? ജന്മരാഹു നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ പറയുന്ന സൂര്യരാശി ഫലപ്രകാരം നിങ്ങൾക്ക് സൂര്യൻ ആരാണ്? 7ാം ഭാവത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അധിപനാണ് സൂര്യൻ. ഭാര്യാസ്ഥാനത്തിൻ്റെയും ഐശ്വര്യസ്ഥാനത്തിൻ്റെയും അധിപനാണ് ആർക്ക്? ഇത്. നിങ്ങളൊരു സ്ത്രീയാണിത് കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപനും ഐശ്വര്യസ്ഥാനത്തിൻ്റെ അധിപനും കൂടിയാണ് ആര്? സൂര്യൻ. ഞാനിങ്ങനെ പറയുമ്പോൾ മറ്റൊരാൾ പറയുന്നൊരു കാര്യമല്ല ഞാൻ ഇതിനകത്ത് പറയുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഭർത്താവിൻ്റെ ധനം, ഗൃഹം, വാഹനം, ഐശ്വര്യം ഇതെല്ലാം അയാളുടെ ഭാര്യയെ ആസ്പദമാക്കിയായിരിക്കും ഇരിക്കുന്നത്. നേരെ മറിച്ച് ഒരു ഭർത്താവിൻ്റെ ഐശ്വര്യം, ധനം, അതുപോലെ തന്നെ കുടുംബം, ഇതുപോലുള്ള സന്തോഷം ഇതെല്ലാം അയാളുടെ ഭാര്യയെ ആസ്പദമാക്കി. നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റായിട്ട് വിചാരിച്ചോണം. നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ തെറ്റുകൾ വന്നാലും ഒരു സ്ത്രീക്ക് പുരുഷനായും പുരുഷന് സ്ത്രീയായിട്ടും ഇരിക്കും. നേരെ മറിച്ച് ഇവർ പ്രശ്നത്തിലാണെങ്കിൽ ഇവർക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും യാതൊരു ഗുണമില്ലാത്ത അവസ്ഥയിലേക്ക് വരികയും സർവ്വതും നഷ്ടപ്പെടാനുള്ള അവസ്ഥയിലേക്ക് വേണമെങ്കിൽ പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ജ്യോതിശാസ്ത്രം നമ്മുടെ 7ാം ഭാവത്തെ ഐശ്വര്യസ്ഥാനമായിട്ടും ഭർത്താവിൻ്റെ സ്ഥാനമായിട്ടും കണക്കൂട്ടിയിരിക്കുന്നത്, ഭാര്യയുടെ സ്ഥാനമായിട്ടും ഐശ്വര്യസ്ഥാനമായിട്ടും കണക്കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ജ്യോതിശാസ്ത്രം. അത് മനസ്സിലാക്കി വെക്കുക. അപ്പം അവിട്ടത്തിൻ്റെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാലുകാർക്ക് രാഹു ജന്മത്തിൽ സഞ്ചരിക്കുന്നു. ധനത്തിൻ്റെ സ്ഥാനത്ത് ശനി, അതുപോലെ തന്നെ വ്യാഴം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലിച്ച് നിൽക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് വ്യാഴം ഇങ്ങോട്ട് നോക്കുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ട്. അതുകൂടാതെ നമുക്ക് 7ാം ഭാവത്തിൽ കേതുവിൻ്റെ സ്ഥിതിയുണ്ട്. 12-ൽ നിൽക്കുകയാണ് നേരത്തെ പറഞ്ഞ ആള്. അപ്പം നിങ്ങളുടെ ഭർത്താവ് വിദേശത്താണെങ്കിൽ ഭർത്താവിൻ്റെ പ്രൊമോഷൻ കൈവന്നു ചേരുക, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് വിസിറ്റിംഗ് വിസയ്ക്കോ അല്ലെങ്കിൽ ജോലിക്കോ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അത് അനുകൂലമായിട്ട് വരിക. അവിടെ നിന്നുകൊണ്ട് ജോലി സ്ഥലം മാറിയിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതൊക്കെ അനുകൂലമായി വരിക. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഗുണഫലം വന്നു ചേരുന്ന ഒരു സമയമായിട്ടാണ് നിങ്ങളുടെ ഫലസിദ്ധി പറയുന്നത്. ആരുടെ? അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാലുകാർക്ക് ഈ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ 12-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട്, സൂര്യനെ കൊണ്ടും ശുക്രനെ കൊണ്ടും നിങ്ങൾക്ക് യോഗകാരകൻ കൂടിയാണ് ശുക്രൻ. അത് 12-ൽ വരിക എന്ന് പറഞ്ഞാൽ വിദേശത്താണെങ്കിൽ നിങ്ങൾക്ക് ഗുണമായിരിക്കും. വിദേശത്ത് നിൽക്കുകയാണെങ്കിലും ഈ നക്ഷത്രക്കാരുടെ ഭർത്താവിനെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഈ നക്ഷത്രക്കാരാണെങ്കിൽ പോലും നിങ്ങൾ വിദേശത്താണെങ്കിൽ നിങ്ങൾ അവിടെ എന്തെങ്കിലും ആഗ്രഹിക്കുകയാണ്, PR എടുക്കുന്നു, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ വീടെടുക്കാൻ ആഗ്രഹിക്കുന്നു, എന്തു തന്നെ ആയിക്കോട്ടെ, ആ കാര്യങ്ങൾക്ക് ഒരു അനുകൂലമായിട്ടുള്ള ഒരു ഗുണം വരുന്ന ഒരു സമയമായിട്ടാണ് ഇപ്പോഴത്തെ ഒരു ഫലസിദ്ധി കാണുന്നത്. ഇത് വെച്ചുകൊണ്ട് വ്യാഴത്തിൻ്റെ ആനുകൂല്യം നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നൊരു സമയമാണ്. ധനത്തിൻ്റെ അധിപതിയായിട്ടുള്ള വ്യാഴം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ധനം വന്ന് ചേരാനുള്ള, നേരത്തെ പറഞ്ഞു ധനം കൈവന്ന് ചേരും, അതിനുള്ള അവസരം, ഭാഗ്യം വന്നു ചേരുക, മംഗല്യ തടസ്സങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുക, സ്വദേശത്ത് നിന്ന് വിദേശത്ത് നിന്നുകൊണ്ട് മംഗല്യം ആലോചിക്കുന്ന യുവതീ യുവാക്കൾക്ക് അത് വന്നു ചേരുക, തടസ്സങ്ങൾ നീങ്ങുക, വിദേശയാത്രാ തടസ്സം, വിദേശത്ത് നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഗുണങ്ങളുണ്ടാവുക, പ്രൊമോഷൻ ഉണ്ടാവുക, ധനപുരോഗതി, തൊഴിൽ പുരോഗതി കൈ ചെയ്യുന്നു ചേരും. നെഗറ്റീവായിട്ടുള്ള പോയിന്റ്സും അവിടെ നിൽപ്പുണ്ട്. നെഗറ്റീവായിട്ടുള്ള പോയിന്റ്സ് ജന്മരാഹു, 7-ൽ കേതു, ഈ 2 കാര്യങ്ങൾ നിൽപ്പുണ്ട്. അപ്പോൾ നാഗദൈവ പ്രീതി വരുത്തിക്കൊണ്ട് മഞ്ഞൾ പ്രസാദം ധരിക്കുക. ഓം നാഗരാജായ വിദ്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ രാഹു പ്രചോദയാത് എന്ന് പറഞ്ഞ് മന്ത്രങ്ങൾ ജപിക്കുക. അപ്പം സർപ്പരാജായ വിദ്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ രാഹു പ്രചോദയാത്, അല്ലെങ്കിൽ അർദ്ധകായം മഹാവീര്യം ചന്ദ്രാദിത്യമർദ്ദനം സിംഹിക ഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം ബലാശ പുഷ്പസംകാശം താരകാഗ്രഹമസ്തകം രൗദ്രം രൗദ്രാത്മകം ഘോരം തം കേതും പ്രണമാമ്യഹം എന്ന് പറയുന്ന സ്തോത്രങ്ങൾ ജപിച്ച് നാഗദൈവ പ്രീതി വരുത്തി ഗണപതി ഹോമം ചെയ്ത് ഒരു നല്ല പ്രാർത്ഥന ചെയ്യുക. 7.5 കണ്ടകാല ശനി ഉള്ളതുകൊണ്ട് നീലാഞ്ജനം വിളക്കും ഹനുമാൻ സ്വാമി പൂജയും കൂടി ചെയ്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അനുകൂല ഫലസിദ്ധി പറഞ്ഞു, പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങൾക്കുള്ള ദോഷപരിഹാരവും പറഞ്ഞു. ഇപ്പം 1, 2, 3, 4 കൂറുകാരുടെ ഫലസിദ്ധിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ പറയാനുള്ളത് ഇവരുടെയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ എടുത്തിട്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് മറ്റു കാര്യങ്ങൾ പറയാം. അടുത്തതായിട്ട്
ഇവിടെ വരുന്നത് പൂരുരുട്ടാതികാൽ ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് നിലവിലുള്ള സ്ഥിതി മനസ്സിലാക്കണം. ജന്മശനിയാണ്. കഴിഞ്ഞ 2-3 വീഡിയോകളിൽ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചതയം നക്ഷത്രം കഴിഞ്ഞിട്ട് പൂരുരുട്ടാതിയിലാണ്. പൂരുരുട്ടാതി കാല് എന്ന് പറയും. മീനക്കൂറിൽ വരുന്ന പൂരുരുട്ടാതി കാലിൽ കൂടെയാണ് ആര് സഞ്ചരിക്കുന്നത്? ശനി പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഉത്തരട്ടാതിയിലേക്കും രേവതിയിലേക്കും ശനി വരും. ഇപ്പോഴല്ല, ഒരു വർഷങ്ങൾ എടുക്കും. 2 വർഷത്തോളം ഇനി ഇവിടെ ഉണ്ടാവും. മീനക്കൂറിൽ തന്നെ ഉണ്ടാവും ശനി ആശാൻ. അപ്പോൾ അടുന്ന് കഴിഞ്ഞാൽ പിന്നെ നേരെ വരുന്ന അദ്ദേഹം ഉത്തരട്ടാതിയിലേക്കാണ് വരുന്നത്. ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണർദം, പൂയം, അനിഴ, ഉത്തരട്ടാതി ഇവരുടെ ദശാനാഥൻ തന്നെ ശനി ആയതുകൊണ്ട് അവർക്ക് ശനി വലുതായിട്ട് ബാധിക്കത്തില്ല. പൂരുരുട്ടാതി ഇത് പൂയം, അനിഴ, ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് ഇങ്ങനെ ഓർമ്മയിൽ നിന്ന് വേണം ഇതെല്ലാം പറയാം. നമ്മൾ എഴുതി വെച്ചിട്ട് നേരത്തെ പഠിച്ചു വെച്ച കാര്യങ്ങൾ പറയുകയല്ല ഇവിടെ ജ്യോതിഷം എന്ന് പറയുന്നത്. നമ്മൾ എല്ലാം നേരത്തെ പഠിച്ചു വെച്ചിരിക്കുന്നതിൽ നിന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇപ്പം ജന്മശനി, ധനസ്ഥാനം, കുടുംബസ്ഥാനം ആരുമില്ല. ഗൃഹം, വാഹനസ്ഥാനമായ 4-ാം ഭാവമായിട്ടുള്ള സ്ഥാനത്ത് ശനിയുണ്ട്. നിങ്ങളുടെ ചന്ദ്ര ലഗ്നത്തിൻ്റെ അധിപനും കൂടിയാണ് ആര്? വ്യാഴം. നമ്മുടെ ലഗ്നാധിപൻ ഏത് ഭാവത്തിൽ നിൽക്കുന്നോ ആ ഭാവത്തെ നന്നാക്കി എടുക്കും, അല്ലെങ്കിൽ അത് നല്ലതായി വരും, അത് പ്രയോജനകരമായി വരും. ഒരു മനസ്സിലാക്കണം. അപ്പോൾ പൂരുരുട്ടാതികാൽ ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാരിൽ വരുന്നവർക്ക് 4-ാം ഭാവം ഗൃഹത്തിൻ്റെ സ്ഥാനം, വാഹനത്തിൻ്റെ സ്ഥാനം, ഈ 2 കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. വീട് മോഡിഫിക്കേഷൻ ചെയ്യണം, വീട് വെക്കണം, വീട് വാങ്ങണം, വസ്തു മേടിക്കണം, വണ്ടി മാറ്റിയെടുക്കണം, വണ്ടി എടുക്കണം, വണ്ടിയെക്കുറിച്ച് മോഡിഫിക്കേഷൻ ചെയ്യണം, ഇങ്ങനെ ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ മാതാവിന്, അമ്മയ്ക്ക് സഹായങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അമ്മയെ വിളിക്കണം, അമ്മയെ സ്നേഹിക്കണം, അമ്മയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെയുള്ള, അല്ലെങ്കിൽ മാതൃകുടുംബ ക്ഷേത്രത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെയുള്ള, അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു മാനസികമായ ചിന്ത. 4-ാം ഭാവം നല്ലതായി മാറുന്ന ഒരവസ്ഥ. 4-ാം ഭാവത്തെ കൊണ്ട് ഒരുപാട് പറയാനുണ്ടെങ്കിലും മാതൃഗുണങ്ങൾ പറയാൻ പറ്റും. അതുപോലെ തന്നെ ഗൃഹം, വാഹനം, ശയനോപകരണങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരു ഗൃഹത്തിലുള്ള പല കാര്യങ്ങൾ മാറ്റിയെടുക്കുക, ഫോൺ മാറ്റിയെടുക്കുക, കമ്പ്യൂട്ടർ മാറ്റിയെടുക്കുക, അങ്ങനെ എന്തിനേയും നമ്മൾ നവീകരിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്ന ഒരവസ്ഥയിലൂടെയാണ് നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ സഞ്ചാരം പോകുന്നത്. ഇനി നിങ്ങളുടെ ജാതകപ്രകാരം ഞാൻ പറയുന്നത് പോലെ അല്ല നിങ്ങൾക്ക് നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജന്മാൽ വ്യാഴം ചിലപ്പോൾ നീചത്തിലോ ദോഷത്തിലോ നിൽക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ ജനിച്ചിരിക്കുന്നത്. 3, 6, 8, 12 ഭാവങ്ങളിൽ ജനിച്ചില്ല ചന്ദ്രാലോ ലഗ്നാലോ വ്യാഴം മറിഞ്ഞു നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ലഗ്നം ഇവിടെയാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലഗ്നം ഇവിടെയാണ് വരുന്നതെങ്കിൽ എവിടെ ആയിക്കോട്ടെ, ഇത് ഒരെണ്ണം നമ്മൾ കുറിച്ചിരിക്കുന്നു. നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾ ജനിച്ച സമയത്ത് 3 വ്യാഴം ഇവിടെ നിൽക്കുക, 6 ഇവിടെ വരിക. നിങ്ങൾ ജനിച്ച സമയത്ത് ലഗ്നം ഇവിടെ, വ്യാഴം ഇവിടെ ആയിരിക്കും. നിങ്ങളുടെ ഗ്രഹനിലയിൽ, നിങ്ങൾ ജനിച്ച സമയത്തുള്ള ഗ്രഹനിലയിൽ വ്യാഴം 6. അതുപോലെ ഇവിടെ വരിക അഷ്ടമം 12. 3, 6, 8, 12 ഭാവങ്ങളിൽ നിൽക്കുന്ന സമയത്താണ് ലഗ്നപ്രകാരം നിങ്ങൾ ജനിച്ചിരിക്കുന്നുവെങ്കിൽ വ്യാഴം നിങ്ങൾക്ക് മറഞ്ഞു നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നത്. നേരെ മറിച്ച് ചന്ദ്രാൽ അനുകൂലമായിട്ട് വന്നാൽ നമുക്ക് പൂർണ്ണ രൂപത്തിൽ മറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ചന്ദ്രൻ നിങ്ങൾക്കിപ്പം ഇവിടെ നിൽക്കുന്നതൊക്കെ വ്യാഴം കണ്ടോ, ഇവിടെ നിൽക്കുകയാണ്, ഇവിടെ വരികയാണ്, അതുപോലെ തന്നെ ഇവിടെ വരികയാണ്, ഇവിടെ വരികയാണൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വ്യാഴം ഗുണമായിട്ട് നിൽക്കുക. അപ്പം അതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു പോകുന്നില്ല. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മേടക്കൂറുകാരുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജാതകപ്രകാരം മീനക്കൂറുകാർക്ക് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയപ്രകാരം 4-ാം ഭാവത്തിൽ വ്യാഴം, 6-ൽ കേതു, ശത്രു രോഗം വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ കേതു നിൽപ്പുണ്ട്. നിങ്ങൾക്ക് ശത്രുക്കളും രോഗം ഉണ്ടെങ്കിൽ അവനെ അടിക്കാൻ പോകാതെ രോഗത്തിൻ്റെ പുറകെ പോയി മരുന്ന് കഴിച്ചതിനെ നശിപ്പിക്കാതെ അതെങ്ങനെയാണ് വന്നതെന്ന് ആലോചിച്ചിട്ട് അതുവഴി തന്നെ തീർക്കുക രോഗത്തെ. ശത്രു ഉണ്ടെങ്കിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലി, ഗണപതി പൂജ, അതുപോലെ തന്നെ ഗണപതി ഭജനം, നാഗദൈവ പ്രീതിയും കൂടെ വരുത്തിക്കൊണ്ട് അതിനെതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കുക. ഒരു ശത്രുദോഷം വരികയാണ്, ഒരാൾ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ നമ്മളെ കൂടെ നിന്ന് ചതിക്കുക എന്ന ഒരു വിഷയമൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. അത് വ്യക്തിപരമായി നമ്മളതിനെ കൂട്ടേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശത്രു രോഗസ്ഥാനത്ത് കേതുവിൻ്റെ സ്ഥിതി ഉണ്ടെങ്കിൽ ശത്രുവും വർദ്ധിക്കും, രോഗവും വർദ്ധിക്കും. അതിന് കാരണമായിട്ട് കേതു നിൽപ്പുണ്ട്. കേതു എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഗമാണ്, സർപ്പമാണ്. അതിനെ ഒന്ന് ശമിപ്പിക്കുന്ന ഗ്രഹം നാഗങ്ങളുമാണ്, ഗണപതിയാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജന്മശനിയുണ്ട്. ശനി ജന്മത്തിൽ വരുന്നത് എപ്പോഴും നിങ്ങൾക്ക് കുറച്ച് ദോഷമാണ് ജന്മശനി എന്ന് പറയുന്നത്. പക്ഷേ ജാതകപ്രകാരം ശനി നിങ്ങൾക്ക് ഈ ഗുണകരമായിട്ടുള്ളൊരവസ്ഥയിലുള്ള ഗ്രഹമാണെങ്കിൽ അതാണ് പറയുന്നതിനകത്ത് ഒരു പ്രശ്നം വരുന്നതിൻ്റെ കാരണം.
സോ എൻ്റെ ഒരൊറ്റ ഉദാഹരണം പറയാം. എനിക്ക് ജാതകപ്രകാരം ശനി യോഗകാരകനാണ്, എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പം ശനി ഏത് രാശിയിലോട്ട് സഞ്ചരിച്ചാലും ശനിദോഷം ബാധിക്കത്തില്ല. അപ്പം ശനിദോഷം ബാധിക്കാതിരിക്കുന്ന ഒരാൾക്ക് ശനി നിങ്ങൾക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അനുഭവത്തിൽ അത് വരുത്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജന്മ സമയത്ത് തന്നെ നമ്മൾ ശനി ഗുണമായിട്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കണം. അത് ഓരോരുത്തർക്കും അത് ഓരോരോ ഗ്രഹങ്ങളായിരിക്കും. ചിലർക്ക് വ്യാഴം മറഞ്ഞിരിക്കുമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് ആലോചിക്കണം. ഒരുപാട് പേര് എന്നോട് പറയാറുണ്ട്, തിരുവേനി പറഞ്ഞതുപോലെ ഞങ്ങൾ ഈ ഗ്രഹനില എടുത്ത് നോക്കി, വ്യാഴം 12 തിരുവേനി. ആയിക്കോട്ടെ, വ്യാഴം 12 നിന്നാൽ വിഷ്ണു പൂജ ചെയ്താൽ മതി, വിഷ്ണു ഭജനം ചെയ്താൽ മതി, പ്രാർത്ഥിച്ചാൽ മതി. വ്യാഴ അനുകൂല ഭാവത്തിലേക്ക് വരും. എല്ലാവർക്കും എല്ലാ ഗ്രഹങ്ങളും അനുകൂലിച്ച് വരത്തില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഇങ്ങനെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങളോടെ പോകുന്നത് എല്ലാവർക്കും അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും, അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു ചാനലാണ് നമ്മുടെ ചാനൽ എന്ന് പറയുന്നത്. ഞാൻ എന്നും വീഡിയോ ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം ഒന്ന് സമയമില്ല, രണ്ടാമത്തെ ഒരു കാര്യം ഗ്രഹമാറ്റമില്ല. ചുമ്മാ വന്നിരുന്ന് യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം കൂടെയാണ്. അത് വേണ്ടക്കാർ കണ്ടാൽ മതി. യൂട്യൂബ് വരുമാനം ഒന്നും നോക്കിയിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത്. അതൊക്കെ ഇഷ്ടമുള്ളവർ കാണും, അതൊന്നും വിഷയമേ അല്ല. അപ്പം 12 രാഹു, 12 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടസ്ഥാനം, വിദേശസ്ഥാനം, ഈ രണ്ട് ഭാഗത്ത് രാഹുവിൻ്റെ സ്ഥിതി നമുക്ക് അത്ര നല്ലതല്ല. അപ്പം വിദേശത്തൊക്കെ പോയി താമസിക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പണം പാഴ്ചെലവുകൾ കയ്യിൽ നിന്ന് പോവുക, അറിയാതെ അങ്ങ് പോകുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാകും. അപ്പോൾ പോയി കഴിഞ്ഞിട്ടായിരിക്കും അയ്യോ പോയല്ലോ, ചെയ്യണ്ടായിരുന്നല്ലോ എന്നൊക്കെ ചിന്തയൊക്കെ വരും. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെ തടസ്സപ്പെടുത്തണം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നാഗദൈവ പ്രീതി വരുത്തുക. അതുപോലെ തന്നെ ഗണപതി ഹോമവും നാഗദൈവ പ്രീതിയും പ്രധാനമായിട്ട് ചെയ്യുക. വ്യാഴം അനുകൂലിച്ച് നിൽക്കുവാണ്, മറ്റ് ഗ്രഹങ്ങളെല്ലാം ഗുണമായിട്ടില്ല. ലാഭസ്ഥാനത്തായി നിൽക്കുന്നു, സൂര്യനും ശുക്രനും നിൽക്കുന്നു. പക്ഷേ മീനക്കൂറുകാർക്ക് സൂര്യൻ എപ്പോഴും നല്ലതല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായി പണം മുടക്കി ബിസിനസ് ഇവരിൽ ആര് ചെയ്താലും അവരുടെ കയ്യിരിക്കുന്ന കാശും പോവും, കടം മേടിച്ച കാശും പോവും. ഉരുട്ടാധികാരം ഉത്തരട്ടാതി രേവതി എഴുതി വെച്ചു. നിങ്ങൾക്ക് ബിസിനസ് പറഞ്ഞിട്ടില്ല, അഥവാ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കൂടെ പാർട്ട്ണറായിട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം അനുകൂലമായിരിക്കും, അത് ഗുണമായിട്ട് വരും. പക്ഷേ പ്രതികൂലമായി വരുന്ന ഒരു സമയം വരുമ്പോൾ കിട്ടിയതും കിട്ടിയതും എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് പോകുന്ന അവസ്ഥ വരില്ല. പാലുകാരൻ പാല് വിറ്റ അവസ്ഥയെന്ന് പറയും. അപ്പോൾ അതിനെക്കുറിച്ച് കഥ പറഞ്ഞ് പോകുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ ജാതകപ്രകാരം ഇപ്പോൾ ഈ പറയുന്ന പരിഹാരങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ അനുകൂല ഫലങ്ങളെ കൊണ്ട് അവിടെ നിന്നുകൊണ്ട് തൊഴിൽ പുരോഗതി, ഈ പറഞ്ഞ പുരോഗതിയാണ് ഗുണമായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നവർക്ക് ഇത്രയും പുരോഗതിയാണ്. തൊഴിൽ പുരോഗതി, ധനപുരോഗതി, പ്രൊമോഷൻ, വിദേശയാത്ര, തടസ്സങ്ങളെല്ലാം നീങ്ങുക. അത് ജയിലിൽ കിടക്കുന്ന ആളായിക്കോട്ടെ, ഇനി അല്ല കളക്ടർ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, വിദേശത്തിരിക്കുന്നതായിക്കോട്ടെ, തടസ്സങ്ങൾ നിങ്ങൾക്ക് എന്താണോ തടസ്സം, ആ തടസ്സങ്ങൾ നീങ്ങുക. ഒരു ട്രാവൽ ഏജൻസി നടത്തുന്ന ആൾക്കാണെങ്കിൽ ആ തടസ്സങ്ങളങ്ങ് മാറിയാൽ മതി. ഒരു വക്കീലാണെങ്കിൽ ആ തടസ്സങ്ങൾ നീങ്ങി, അവരുടെ മുന്നിൽ കേസുകൾ വരുന്നില്ല, അല്ലെങ്കിൽ ബാധിക്കുന്ന കേസുകളിൽ നിന്ന് നെഗറ്റീവായിട്ട് വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ തടസ്സങ്ങളൊക്കെ നീങ്ങിപ്പോയിട്ട് അവർ വാദിക്കുന്ന കേസ് വിജയിക്കുന്നു. കുറേ ഇഷ്ടം പോലെ വാദത്തിന് ആളുകൾ വരുന്നു. വൈകുന്നേരം പെട്ടിയിൽ നിന്ന് ഓരോ ലക്ഷം രൂപയായിട്ട് നമ്മൾ വീട്ടിലേക്ക് മടങ്ങുന്നു. ഒരു ട്രാവൽ ഏജൻസിക്കാരന് ഇഷ്ടം പോലെ ട്രാവൽസ് പോകാൻ വേണ്ടിയിട്ട് ആളുകൾ ബുക്ക് ചെയ്യുന്നു. ഈ ആളെടുത്ത് ബുക്ക് ചെയ്താൽ നമുക്ക് കാര്യങ്ങളെല്ലാം നല്ല ക്ലിയർ ആയിട്ട് വരും എന്ന് കൊണ്ടുപോയവർ 10 പേരോട് പറഞ്ഞു. ആ 10 പേരോട് വരുന്നു നമ്മുടെ അടുത്തേക്ക്. അതല്ല 10 പേരെ കൊണ്ടുപോയതിനു ശേഷം 10 പേരോട് പറയല്ല അവൻ്റെ അടുത്തൊരു കാരണവശാലും പോകരുതെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വന്നാൽ എന്താവും എന്ന് പറഞ്ഞതുപോലെ ഒരു തിരുമേനിയുടെ കാര്യം പറയാം. തടസ്സങ്ങൾ നീങ്ങുക. അയാളൊരു ക്ഷേത്രത്തിലേക്ക്, നല്ല ക്ഷേത്രങ്ങൾ, വരുമാനമുള്ള ക്ഷേത്രത്തിലേക്ക് അപേക്ഷ കൊടുത്തിരിക്കുന്ന ഒരു പൂജാരിമാരൊക്കെ ഉണ്ട്, ഒരുപാട് പേര്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാ. അയാളുടെ തടസ്സങ്ങൾ നീങ്ങി നല്ലൊരു ക്ഷേത്രത്തിലേക്ക് ഒരു പ്രമോഷൻ വന്നു കഴിഞ്ഞാൽ എന്തായി മാറും? നിമിഷ നേരം കൊണ്ട് അയാളുടെ സമയം മാറും. നമ്മൾ വെനസ്വേലൻ രാജാവിൻ്റെ കഥയെ മനസ്സിലായല്ലോ. പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അറിയാം, ഒരു കൊട്ടാരം ഉണ്ടാകും, പരിചാരകരുണ്ടാകും, വീട്ടുജോലിക്കാരുണ്ടാകും, പട്ടാളക്കാരുണ്ടാകും, ഒരുപാട് അംഗരക്ഷകരുണ്ടാകുന്ന ഒരവസ്ഥയിൽ നിന്നും ഒരു രാത്രി നേരം വെളുത്തപ്പോൾ ജയിലിൽ കൈവിലങ്ങും കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറി. മനസ്സിലായോ? ഞാൻ ഇതിൽ പറയുന്നുണ്ടല്ലോ, മാളികാമുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് പറഞ്ഞതുപോലെ സമയം മാറുമ്പോൾ രാജാവ് ജയിലിലെത്തി. ആ കഥയല്ല പറയുന്നത്. എങ്കിൽ പോലും നമ്മുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. ഒരു നിമിഷ നേരം കൊണ്ട് കഥകൾ മാറി മഴയുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ പറയുന്നു ഇടവക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് നമ്മൾ പറയുന്നത്. ഇടവക്കുത്തിൽ ആരൊക്കെയുണ്ട്? കാർത്തിക, മുക്കാല്, രോഹിണി, മകേരത്തിൻ്റെ അര വരുന്ന ഇടവക്കൂറുകാർക്ക് ധനത്തിൻ്റെ സ്ഥാനത്ത് വ്യാഴം, നിങ്ങളുടെ ജാതകപ്രകാരം ധനത്തിൻ്റെ സ്ഥാനത്ത് വ്യാഴം വന്നാൽ പോലും അതത്ര പൂർണ്ണ ഫലസിദ്ധിയിലല്ല. കാരണം നിങ്ങൾക്ക് അഷ്ടമത്തിൻ്റെ ആധിപത്യം കൂടെ വഹിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് വ്യാഴം. 11ാം ഭാവം ലാഭത്തിൻ്റെ ആധിപത്യം വഹിക്കുന്നുണ്ടെങ്കിൽ പോലും മാരകസ്ഥാനവും കൂടെ പറയാം. അഷ്ടമാധിപത്യം കിട്ടിയതുകൊണ്ട് മാരകസ്ഥാനത്തിൻ്റെ അധിപനും കൂടിയാണ് വ്യാഴം.
അത് ധനസ്ഥാനത്ത് വന്ന് നിൽക്കുമ്പോൾ 90 ജ്യോത്സ്യന്മാരും പറയും നല്ലതാണെന്ന് പറയുമെങ്കിൽ പോലും ഞാനും അങ്ങനെ പറയുന്നുള്ളത് നല്ലതായിട്ട് വരട്ടെ എന്ന് വിചാരിച്ചാൽ അങ്ങനെ പറയുന്നത്. വ്യാഴം ഒരിക്കലും നമ്മൾക്ക് ധനസ്ഥാനത്ത് വന്നാൽ പ്രതികൂലമായിട്ട് മറ്റ് കേതു വരുന്ന പോലെയോ അല്ലെങ്കിൽ പാപനായിട്ട് നിൽക്കുന്ന മറ്റ് ഗ്രഹങ്ങൾ വരുന്നത് പോലെയോ അല്ല. വ്യാഴം അച്ചിരി സർവേശ്വരകാരകനാണല്ലോ. അപ്പം ഈ ഒരു രാജാവാണെങ്കിൽ ഇങ്ങനെ നീതി നടപ്പിലാക്കുന്നത് അവനെ ക്രൂരമായി കൊല്ലാനല്ല പറയുന്നത്, തലവെട്ടിക്കള ഒറ്റയടിക്ക് കൊല്ലാനേ പറയത്തുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദുരിതം വന്നാൽ അത്ര മോശമായിട്ട് വരത്തില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങളുടെ ജാതകപ്രകാരം ധനസ്ഥാനം ഗുണകരമായിട്ട് നിൽക്കുന്നു, 4ാം ഭാവം നല്ലതല്ല. നേരത്തെ നമ്മൾ മീനക്കൂറുകാരൻ 4ാം ഭാവം പറഞ്ഞപ്പോൾ അവിടെ വ്യാഴമാണെങ്കിൽ നിങ്ങളുടെ ജാതകപ്രകാരം ഈ കേതുവാണ് 4ാം ഭാവത്തിൽ. അപ്പം ഗൃഹത്തിൽ കലഹങ്ങൾ, വീട് ഉള്ളത് കയ്യിൽ നിന്ന് പോകാനോ ജപ്തി പോകാനൊക്കെയുള്ള സാധ്യതകൾ വരിക, ഗൃഹത്തിൽ കലഹം ഉണ്ടാവുക, രോഗം ഉണ്ടാവുക, വാഹനങ്ങൾക്ക് ആപത്തുകൾ വരിക, വാഹനങ്ങളുള്ളവരാണെങ്കിൽ അതിന് പണികൾ വരിക, ഇവർക്ക് നേരെ പറഞ്ഞതിൻ്റെ നേർ വിപരീത ഫലസിദ്ധിയിലേക്ക് പോകും. എന്ന് വെച്ച് കേതു ഒരു പാപഗ്രഹമാണ്, കേതുവാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണമെന്ന് ഞാൻ ജ്യോതിശാസ്ത്ര പ്രകാരം പറയത്തില്ല. നിങ്ങളെ ഏറ്റവും വലിയ ശുഭഗ്രഹം ആരാണ് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അവർ നിൽക്കേണ്ട സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഗ്രഹം അവരായിരിക്കും. അതായത് നിങ്ങളുടെ ജാതകപ്രകാരം കേതു ഉണ്ട്, ഈ കേതുവിനെ വ്യാഴം നോക്കുന്ന ഒരു സ്ഥലമുള്ളതാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവത്തില്ല. നിങ്ങളുടെ ജാതകപ്രകാരം കേതു ഒരു സ്ഥാനത്ത് നിൽപ്പുണ്ട്, അതായത് നിങ്ങളുടെ 7ാം ഭാവത്തിൽ നിൽക്കുകയാണ്, ഭാര്യാസ്ഥാനം ഐശ്വര്യസ്ഥാനത്ത് നിൽക്കുകയാണ്. പക്ഷേ വേറെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് വ്യാഴം കേതുവിനെ നോക്കുന്നുണ്ടെങ്കിൽ ആ കേതു കൊടുക്കുന്നതിൻ്റെ അത്രയും വേറൊരാളും കൊടുക്കാൻ വഴി വരത്തില്ല. അതാ പറഞ്ഞത്. ഏറ്റവും ശുഭഗ്രഹം ആരാണെന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ല സ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ആളായിരിക്കും ഏറ്റവും ശുഭൻ, ഉപകാരപ്പെടുന്ന ഒരാൾ. കാരണം നിങ്ങളുടെ തൊട്ടടുത്തുള്ള അയൽക്കാരനായിരിക്കും ചിലപ്പോൾ നാളെ നിങ്ങൾക്ക് ആപത്ത് വരുമ്പോൾ നിങ്ങളെ എടുത്തുകൊണ്ട് പോകാൻ, ആശുപത്രി കൊണ്ടുപോകാനോ എന്തെങ്കിലും തരാനോ എന്തെങ്കിലും ഒരു കാര്യം. നിങ്ങളുടെ ശത്രുവാണ് നിങ്ങളുടെ ഏറ്റവും അയലത്തുണ്ടെങ്കിൽ അവനായിരിക്കും ഏറ്റവും വലിയ പ്രശ്നക്കാരൻ. അപ്പം ആരാണ് നമുക്ക് ഗുണമായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് ചോദ്യമാണ് അവിടെ ഒരു ഉത്തരമായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇടവക്കൂറുകാർക്ക് നേരത്തെ പറഞ്ഞ ഒരു ഫലസിദ്ധി കേതുവിൻ്റെ ദോഷം കാണിക്കുന്നുണ്ട്. അപ്പോൾ ധനസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം ഗുണകരമായിട്ടുള്ളവനാണെങ്കിൽ പോലും നമുക്കൊരു ചെറിയ ഫലസിദ്ധിയിൽ പ്രശ്നമുണ്ട്, അതിൻ്റെ കാര്യം പറയാം. അപ്പോൾ 7 അഷ്ടമരാശിയിൽ ചൊവ്വയും ബുധനും, ഭാഗ്യത്തിൻ്റെ സ്ഥാനത്ത് ആര് നിൽക്കുന്നു? സൂര്യനും ശുക്രനും. അപ്പോൾ ഭാഗ്യം തുണച്ചു നിൽക്കുന്നൊരു മാസമാണ് മകരമാസം, എഴുതി വെക്കുക. കർമ്മരാശിയിൽ രാഹു ലാഭം. നേരത്തെ പറഞ്ഞായിരുന്നു ഇടവക്കൂറുകാർക്ക് ശനി എവിടെ നിന്നാലും ശനിദോഷം ബാധിക്കത്തില്ല അവർക്കപ്പം ശനി ലാഭസ്ഥാനത്തുണ്ട്, അത് ഗുണമായിട്ടാണ്. ധനസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം പൂർണ്ണഫലത്തിലല്ലെങ്കിലും ഉണ്ട്. അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വയും ബുധനും നല്ലതല്ല. ഭാഗ്യസ്ഥാനത്ത് ശുക്രനും സൂര്യനും സഞ്ചരിക്കുന്നത് നല്ലതാണ്. കർമ്മരാശിയിൽ രാഹു നിൽക്കുന്നത് നല്ലതല്ല. ആ കർമ്മത്തിൽ ചെറിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ശനി നമുക്ക് ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കേതു 4ാം ഭാവത്തിൽ നിൽക്കുന്നത് ഒരിക്കലും നല്ലതല്ല. അഷ്ടമത്തിലെ ചൊവ്വയും ബുധനും നമുക്കും നല്ല പ്രതിഫലമല്ല തരുന്നത്. അപ്പോൾ ഈ 3 കൂട്ടങ്ങളെ കൊണ്ട് നമുക്ക് ഗുണദോഷ സമ്മിശ്ര ഫലസിദ്ധി വരുന്നതിനാൽ നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനം വർദ്ധിച്ചു നിൽക്കുന്നു, കർമ്മ പുരോഗതിക്ക് ചെറിയ തടസ്സങ്ങൾ വരുന്നു, പ്രമോഷന് തടസ്സങ്ങൾ വരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ജാതകപ്രകാരം വിദേശത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ശ്രമിക്കുകയാണെങ്കിൽ അതിനൊക്കെ തടസ്സങ്ങൾ വരുന്ന ഒരു സമയമാണെന്നും, അതുപോലെ തന്നെ ഭാഗ്യം വർദ്ധിച്ചു നിൽക്കുകയാണെന്നും, ധനം കയ്യിൽ വന്ന് ചേരുന്നതിനും ധന പുരോഗതിക്കുള്ള ഒരു സാധ്യതയും കാണുന്ന ഒരു മാസമായിട്ട് മകരമാസത്തെ എടുക്കുക. ദോഷപരിഹാരമായിട്ട് ഗണപതി ഹോമം ഗൃഹത്തിലോ കുടുംബക്ഷേത്രത്തിലോ നടത്തുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അമ്പലങ്ങളിൽ പോയി നടത്തുക. നാഗദൈവ പ്രീതി വരുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജാതകപ്രകാരം ഹനുമാൻ സ്വാമിയും നീലാഞ്ജനം വിളക്കും ചെയ്യുക. കണ്ടകശനി ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ശനിയാണ് ജാതകത്തിലെ യോഗകാരകൻ എന്ന് പറയും. അപ്പോൾ അതിന് ഒരു ബലപ്പെടുത്തി വരിക. അടുത്തതായിട്ട് നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് പറയുന്നത്. മിഥുനക്കൂറിൽ ആരൊക്കെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെയാണ്? മകേരത്തര, തിരുവാതിര, പുണർദത്തിൻ്റെ മുക്കാല് വരുന്നവരാണ്. മുക്കാൽ എന്ന് വെച്ചാൽ 4ൽ 3 പാദം വരുന്നവരാണ് മുക്കാലം നമ്മൾ പറയുന്നത്, പഴയ ഭാഷയാണ്. അപ്പം അരയും മുക്കാല് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചത്, അതുകൊണ്ട് അര അല്ലെങ്കിൽ 2ാം പാദം, 3ാം പാദം, 4ാം പാദം എന്ന് പറയാൻ നമുക്ക് മനസ്സിൽ പെട്ടെന്ന് വരത്തില്ല. മകേരത്തര, തിരുവാതിര, പുണർദത്തിൽ മുക്കാല്, ഇങ്ങനെ അങ്ങ് പഠിച്ചു പോയി. അപ്പം ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം ജന്മത്തിൽ സഞ്ചരിക്കുകയാണ്. അതെപ്പോഴും നമുക്ക് നല്ലതാണ്. ജന്മത്തിൽ വ്യാഴം എന്ന് വെച്ചാൽ നമ്മളോടൊപ്പം നിൽക്കുകയാണ് വ്യാഴം. അപ്പം നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മുടെ അംഗരക്ഷകനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പരിചാരകനായിട്ട് കാശും കൊണ്ട് ഒരാൾ നിന്നാൽ എന്തായിരിക്കും? ഏത് കാര്യത്തിൽ ക്ലീൻ, അതങ്ങ് ക്ലിയർ ആവും, ആ പ്രശ്നങ്ങൾ അങ്ങ് സോൾവ് ആയി. അപ്പം വ്യാഴം ജന്മത്തിൽ, കർമ്മത്തിൽ ശനി, അത് നല്ലതല്ല. അതുകൂടാതെ ഭാര്യാസ്ഥാനം ഐശ്വര്യസ്ഥാനത്തായി നിൽക്കുന്നു. ചൊവ്വയും ബുധനും നിൽപ്പുണ്ട്. അതിൽ ചൊവ്വ ദോഷവും ബുധൻ അനുകൂലമായിട്ട് നിൽക്കുന്നു.
അഷ്ടമരാശിയിൽ സൂര്യനും ശുക്രനും നിൽക്കുന്നു അഷ്ടമത്തിൽ, അത് നല്ലതല്ല. ഭാഗ്യസ്ഥാനത്ത് രാഹു, അതും അത്ര നല്ലതല്ല. കർമ്മരാശിയിൽ ശനി. അപ്പം അനുകൂലത്തിൽ ആര് വരുന്നു? 3-ാം ഭാവത്തിൽ കേതു, അതും ദോഷമാണ്. അപ്പോൾ അനുകൂല ഭാവത്തിൽ ആര് വരുന്നു? ബുധൻ അനുകൂല ഭാവത്തിൽ നിൽക്കുന്നു, വ്യാഴം അനുകൂലിച്ച് നിൽക്കുന്നു. മറ്റു ഗ്രഹങ്ങൾ ഒരു പൂർണ്ണ രൂപത്തിൽ അനുകൂല ഭാവത്തിലല്ല നമുക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് സർവേശ്വരകാരകനായ വ്യാഴം നമ്മളോടൊപ്പം നിൽക്കുന്നതിനാൽ മഹാവിഷ്ണു ഭജനം നല്ല രീതിയിൽ ചെയ്ത് പ്രാർത്ഥിക്കുക. വിഷ്ണു ഭഗവാന്റെ ഒരു ചൈതന്യം നമുക്ക് കൂടെ ഉള്ളതുകൊണ്ട് മറ്റ് ഗ്രഹങ്ങളുടെ ദോഷം പറയുന്നില്ല. നീലാഞ്ജനം വിളക്ക് കത്തിക്കുന്നതും ഹനുമാൻ സ്വാമി പൂജ ചെയ്യുന്നതും കുടുംബദേവതാ പ്രീതി വരുത്തുന്നതും കുടുംബക്ഷേത്രത്തിൽ ഗണപതി ഹോമം ചെയ്യുന്നതും നമുക്ക് നല്ലതാണ്. ശത്രു സംഹാര പുഷ്പാഞ്ജലി അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി ഭജനം, ഭദ്രകാളി ദേവി പൂജകളൊക്കെ മകരമാസത്തിൽ ചെയ്യുന്നത് വളരെയധികം നമുക്ക് ശത്രുദോഷങ്ങളെ കൊണ്ടും രോഗങ്ങളെ കൊണ്ടുള്ള ദുരിതങ്ങളെ വിട്ടൊഴിഞ്ഞ് മാറുന്നതിനും നമുക്കുണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ മാറുന്നതിനും ഒക്കെ ഉത്തമമായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ 6 രാശിക്കാരുടെ ഫലം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് കർക്കിടകം മുതലുള്ള ഫലമാണ് പറയാൻ പോകുന്നത്. കാരണം വീഡിയോ ലെങ്ത് കൂടുന്നു എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ വീഡിയോ ലെങ്ത് കൂടുന്നതിൻ്റെ കാരണം നല്ല രീതിയിൽ അത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകുമെന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ ഒരു ശ്രമമാണ്. അത് പാഴ്ശ്രമമാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുക. നെഗറ്റീവ് പറഞ്ഞാലും ഒരു വിഷമവും ഇല്ല, നല്ലത് പറയുന്നതിലും വിഷമവുമില്ല. കാരണം രണ്ടിനെ ഒരേ ലെവലിലാണ് നമ്മൾ എടുക്കുന്നത്. ഒരാൾ പുകഴ്ത്തി നമ്മൾ പറഞ്ഞാൽ അതിന് നമ്മൾ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. കാരണം പുകഴ്ത്തലുകൾ ഇഷ്ടപ്പെടുത്തിയ ആളുകളല്ല. അതുപോലെ നിങ്ങൾ വളരെ മോശമായ എന്തെങ്കിലും വാക്കുകൾ ഉപയോഗിച്ചാലും അതിനെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. രണ്ടിനെ ഒരേ ഭാവത്തിൽ കാണുന്നത് കൊണ്ട് ഒരു വിഷമവും ഇല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക, പറയാൻ പറ്റുന്നത് പറയുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഈ ചാനൽ കണ്ട് ഫോളോ ചെയ്യുക. നമ്മൾ ആദ്യം തന്നെ ആരോടെങ്കിലും ഫോളോ ചെയ്യാനോ നിങ്ങൾ ദയവായി ഇത് ഫോളോ ചെയ്യണമെന്ന് എത്രയോ പേര് ഈ വീഡിയോയിൽ പറയുന്നുണ്ടെന്ന് അറിയാമോ? ഈ ചാനൽ നിങ്ങൾ ദയവായി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് നമ്മൾ പറയും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്താൽ മതി, അല്ലാതെ കഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതാണ് കുറച്ച് കൂടുതൽ നല്ലത്. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് ചാനലിൽ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം വരുമ്പം കാണാം, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും അത് നമ്മുടെ കൂടെ ഉണ്ടാകും. അതല്ല ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദോഷമായിരിക്കും അത് വരാൻ പോകുന്നത്. കാരണം ഫോളോവേഴ്സ് കൂടി ചാനലിൽ വ്യൂ ഇല്ല, അത് അൽഗോരിതത്തിൽ ദോഷം വരും. അതുകൊണ്ട് അത് വേണ്ട. ഇഷ്ടപ്പെടുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.